പരിശുദ്ധാത്മാവ് ഇന്ന് പകൽക്കാലം ഇതിനകത്ത് നിങ്ങളോട് സംസാരിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ഞാൻ അതിനകത്ത് ഇങ്ങനെ പറയുന്നു, അഹരോനും മോശയും കൂടെ ചേർന്ന് ഫറവോന്റെ അടുക്കലേക്ക് ദൈവം അയക്കുമ്പോൾ ഇവർ ചെന്നിട്ട് ബൈബിൾ ഇങ്ങനെ പറയുന്നു, അവരുടെ കയ്യിലിരുന്ന വടി നിലത്തിട്ടപ്പോൾ അതെന്തായി മാറി? സർപ്പമായി മാറി. അല്ലേ? ഇതാണ് ഭാഗത്തിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത്. ഇനി മോശയെക്കുറിച്ചും ഒക്കെ നമ്മൾ ചിന്തിക്കണം. ഈ മോശയെക്കുറിച്ച് നമുക്ക് ഒട്ടും അറിയാത്തവരല്ല, മോശയെക്കുറിച്ച് നമുക്ക് ഇഷ്ടംപോലെ അറിയാം. അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നമ്മൾ മോശയെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. ഞാൻ തന്നെ ഒരുപാട് പ്രസംഗങ്ങൾ മോശയെക്കുറിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. എത്ര പ്രസംഗിച്ചാലും തീരാത്ത ഭാഗങ്ങൾ ഇതിനകത്ത് ഇഷ്ടംപോലെ ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഇന്ന് പിന്നെയും പ്രസംഗിക്കുന്നത്. ഹല്ലേലൂയ. എനിക്ക് മനസ്സിലായി, കുറച്ച് മുമ്പേ ഈ മോശയുടെ കാര്യം എന്തോ പറയുന്നത് കേട്ടു. ഇന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ. അപ്പോൾ ഏതായാലും ഞാൻ പറയുന്നൊരു ഭാഗം വ്യത്യസ്തമാണ്. ഹല്ലേലൂയ. ഇച്ചിരി ഇമ്പാർട്ടേഷൻ ഉള്ളൊരു നടക്കേണ്ടുന്നൊരു ഭാഗം കൂടെയാണ്. അതുകൊണ്ട് വളരെ പ്രാർത്ഥനയോടിരിക്കുക. അല്പസമയം കൊണ്ട് ഒരു വലിയ സാധനം നിങ്ങൾ പിടിച്ചെടുക്കണം. ഹല്ലേലൂയ. അത് ഞാനും ആഗ്രഹിക്കുന്നത്. ശ്രദ്ധിച്ചേക്കണം. അപ്പം മോശെ ദൈവം 80-ാമത്തെ വയസ്സിൽ ഇങ്ങോട്ട് വിളിച്ചിങ്ങോട്ട് വേർതിരിക്കുമ്പോൾ ദൈവം മോശയോട് പറഞ്ഞിട്ട്, മോശെ, ഞാൻ നിന്നെ ഫറവോന്റെ കൊട്ടാരത്തിലേക്ക് വിടുകയാണ്. 80-ാമത്തെ വയസ്സിൽ കൊട്ടാരത്തിലേക്ക് പോകുന്ന മോശയോട് ചോദിച്ചാൽ മോശ പറയും, പോകുന്നതല്ല, എന്നെ അയക്കുന്നതാണ്. ദൈവം അയച്ചിട്ടാണ് നീ പോകുന്നതെങ്കിൽ ഞാൻ പറയാം, അവിടെ ഒന്നും പരാജയം കാണാൻ ദൈവം അനുവദിക്കത്തില്ല. ദൈവം അയക്കാതെയാണ് പോകുന്നെങ്കിൽ പലപ്പോഴും പരാജയപ്പെട്ടു പോകുക. ഇന്ന് ഈ സീസണിലും ഞാൻ നിങ്ങളോട് പറയാം, നിങ്ങളെ ദൈവം വിളിച്ച് അയച്ചിട്ടാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ ഞാൻ പറയാം, നിങ്ങളുടെ ജീവിതം പരാജയമല്ല, അത് ജയമാണ്. ഹല്ലേലൂയ. ശ്രദ്ധിച്ച് കേൾക്കണം. ദൈവം അയച്ചിട്ട് മോശ ഇങ്ങോട്ട് വരിക. ഈ അയക്കുന്ന സമയത്ത് മരുഭൂമിക്കകത്ത് ദൈവം മോശയോട് പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ. ഞാൻ നിന്നെ അയക്കാൻ പോകുന്നത് പഴയ മോശയാട്ടല്ല, ഒരു ശക്തിയുള്ള മോശയാട്ടാണ്. ഇന്ന് പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളോട് പറയുക, ഭാവത്തിന് മാറ്റമില്ല, രൂപത്തിന് മാറ്റമില്ല. പഴയ മീശയും പഴയ താടിയും പഴയ മുടിയും അതുപോലെ തന്നെ. പക്ഷേ ആ പർവ്വതത്തിൻ്റെ ചുവട്ടിൽ വെച്ച് ദൈവം മോശയോട് പറയുന്നു, നീ ഇന്ന് മുതൽ പോകാൻ പോകുന്നത് പഴയ രൂപത്തിലും ഭാവത്തിലും ആയിരിക്കാം, പക്ഷെ നിന്റെ അതോറിറ്റിക്കൊരു മാറ്റമുണ്ട്. ഹല്ലേലൂയ. ശ്രദ്ധിക്കണം, നിന്റെ അതോറിറ്റിക്കൊരു മാറ്റമുണ്ട്. ഞാൻ ഇന്ന് പകലിത് പ്രസംഗിക്കുമ്പോൾ ചിലരുടെ മേൽ ദൈവം ഇങ്ങനൊരു അതോറിറ്റിയെ തരാൻ ആഗ്രഹിക്കുകയാണ്. എന്താ ഈ അതോറിറ്റി എന്നറിയണ്ടേ? നീ ചെന്ന് കാല് വെച്ചാൽ മാളത്തിൽ കിടക്കുന്ന സകല പാമ്പും വെളി വരും. ചിലർക്ക് പാമ്പ് പിടുത്തക്കാരൻ, ഈ പാമ്പ് പിടുത്തക്കാരനല്ലെന്ന്, ഈ പാമ്പ് വേറെ പാമ്പാ, ഇത് ഉൽപ്പത്തിയിൽ വെളിപ്പെട്ട പാമ്പാ, മനുഷ്യനെ കൊല്ലാൻ വേണ്ടി നടക്കുന്ന സാധനമാ. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയാം, ഈ സാധനത്തെ നോക്കി പറയാം, നീ ചെന്ന് കാലി വെച്ചാൽ എന്താ സംഭവിക്കാൻ പോവുക? മാളത്തിൽ കിടക്കുന്ന അടക്ക സകലതും വെളി വരും. ഇന്ന് പരിശുദ്ധാത്മാവ് ഞാൻ നിങ്ങളോട് പറയാം, രോഗശാന്തി നല്ലതാ, പക്ഷേ ഇന്ന് പകൽക്കാലം ഞാൻ ഒന്നുകൂടെ കയറി പറയുക, ചില ഭൂതങ്ങളെ സകല മാളത്തിനകത്ത് മറഞ്ഞ് കിടക്കുന്ന ചിലതിനെ വലിച്ച് പുറത്തെടുക്കാൻ ശേഷിയുള്ള ചില അഭിഷിക്തന്മാരെയും അഭിഷിക്തകളെയും കർത്താവ് ഇതിനകത്ത് എഴുന്നേൽപ്പിക്കാൻ ഈ പകൽ താല്പര്യപ്പെടുന്നു. വിശ്വസിക്കുന്നവരുടെ മേൽ ഇന്ന് പകലിൽ ഈ അതോറിറ്റി, come on, receive the fire of God. യേശുവിന്റെ നാമത്താൽ ജയ. ഇന്ന് പകലിലെ മഹത്വം ഇതിനകത്ത് വെളിപ്പെടട്ടെ. ഇന്ന് പകലിലെ മഹത്വം ഇതിനകത്ത് വെളിപ്പെടട്ടെ. ആരുടെക്ക് ദൈവത്തിന്റെ ശക്തി വെളിപ്പെടാൻ പോകുക. അസാധാരണമായ ദൈവ സാന്നിധ്യം ചലിക്കപ്പെടാൻ പോകുന്നു. എവിടേക്ക് മറഞ്ഞു കിടക്കുന്ന, മാളത്തിൽ കിടക്കുന്ന ചില അശുദ്ധ വ്യാപാരങ്ങൾ, ചിലതിനെ കാണുമ്പോൾ പുറത്തു വരുന്ന തലങ്ങളിൽ ചില ഇമ്പാർട്ടേഷൻ ഇതിനകത്ത്. Take the power. Holy Spirit. Labra Shekenia. Riba Shamanagadagassi. In the mighty name of Jesus. Rimana Shekeni. Regal Kamanagadaga Shandal Praudi Birigadagasi. Come on. Hallelujah. ശ്രദ്ധിക്കണേ. ഒന്ന് രണ്ട് കാര്യം കൂടി ഞാൻ പെട്ടെന്ന് പറഞ്ഞോട്ടെ. മോശയോട് ദൈവം വിളിച്ചു പറയുക, മോശേ, നീ ഇനി കൊട്ടാരത്തിലേക്ക് പോകുന്നത് ചെറുതല്ല. ഇവിടെ വെച്ച് ദൈവം മോശയോട് പറഞ്ഞു, ഇന്ന് മുതൽ നീ ആള് മാറാൻ പോവുക. ദൈവം മോശയോട് ചോദിച്ചു, വെറുതെ പോകരുത്, കയ്യിലൊരു വടി കൂടെ തന്നെ, വടിയും കൂടെ കൊണ്ടുപോകണം. ഹല്ലേലൂയ. ഈ പോകേണ്ടത് എവിടെയാ? കൊട്ടാരത്തിലാ. കൊട്ടാരത്തിൽ ആരുണ്ട്? രാജാവുണ്ട്, പടത്തലവന്മാരുണ്ട്, മന്ത്രിമാരുണ്ട്, അധികാരികളുണ്ട്. ഇവരുടെ കയ്യിലിരിക്കുന്നത് വടിയാണോ വാളാണോ? വാള. ശ്രദ്ധിക്കണം, കൊട്ടാരത്തിലെ രാജാവിൻ്റെ കയ്യിലും മന്ത്രിമാരുടെ കയ്യിലും ഇരിക്കുന്നതൊക്കെ എന്നതാ? വാള. പക്ഷെ മോശയുടെ കയ്യിൽ എന്നതാ കൊടുത്തേ? വടിയാ. ഞാൻ നിങ്ങളോട് പറയാം, വടിയുമായി പോകേണ്ടത് വാളുള്ളവന്റെ നേരെയാ. ഇതിനകത്ത് ആരെങ്കിലും കൊണ്ടെന്ന് എനിക്കറിയത്തില്ല. കർത്താവ് തൻ്റെ മക്കൾക്ക് ഏൽപ്പിക്കുന്നത് വാളല്ല, വടിയാ. പക്ഷെ പോകാൻ മനസ്സുണ്ടെങ്കിൽ ദൈവം ചരിത്രം പറയും, വാളുള്ളവന്റെ നേരെ വടിയുമായി പോയിട്ടുള്ളവനൊന്നും തോറ്റിട്ടില്ല, അവനൊക്കെ ജയിച്ചിട്ടേ ഉള്ളൂ.
ഇന്ന് ആരുടൊക്കെ ദൈവാത്മാ പറയുന്നു, ഏയ് വാളുമായി നിൽക്കുന്നവന്റെ മുൻപിൽ വടിയുമായി നീ ഇറങ്ങിയാൽ നീ ജയിക്കുന്നവനായി. ഓ യേശുവിന്റെ മഹത്വം ചലിക്കപ്പെടാൻ പോവുകയാ. ഇന്ന് പകലിൽ അങ്ങനത്തെ ഒരു സാന്നിധ്യം ഇതിനകത്ത് വെളിപ്പെടും. ഓ ഇത് ചരിത്രം ദൈവം പറയുന്നതാ. ചരിത്രം വേറെയായത്. വാളുള്ളവന്റെ മുമ്പിൽ വാളുമായിട്ട് പോകാനല്ല, ദൈവം കൊടുത്ത വടിയുമായിട്ട് ചിലതിനൊക്കെ ദൈവം ഇറക്കി വിടാൻ. ഓ 2025 സ്വർഗം താല്പര്യപ്പെടുകയാ. ചിലതിന് ദൈവം ആയുധങ്ങൾ ഉള്ളവന്റെ അടുത്ത് ദൈവത്തിന്റെ കൃപയുമായി ഇറക്കി വിടാൻ. Come on, take the power. യേശുവിന്റെ മഹത്വം ഇന്ന് പകൽ ചലിക്കപ്പെടാൻ പോവുകയാ. ആരുടെക്ക് മേല ദൈവ സാന്നിധ്യം വ്യാപരിക്കുക. ഹെവിയായ അനോയിന്റിംഗ് ഇന്ന് പകലിൽ ചലിക്കപ്പെടാൻ പോവുകയാ. ഹെവിയായ അനോയിന്റിംഗ് ഇന്ന് പകൽ ചിലതിന് മേൽ വെളിപ്പെട്. ദേശങ്ങളെ പിടിച്ചെടുക്കാൻ പട്ടണങ്ങൾക്കകത്ത് മറഞ്ഞു കിടക്കുന്ന കരുത്തന്മാരായ ചില ശക്തികളെ ആയുധവർഗം ഏൽപ്പിച്ച് കീഴടക്കാൻ ഇന്ന് പകലിൽ ദൈവശക്തി ചിലതിന്റെ മേൽ. Glory, glory, glory. യേശുവിന്റെ നാമത്താൽ ജയം. ഞാനിങ്ങനെ ചിന്തിച്ചു, വാളുമായി നിൽക്കുന്നവൻ്റെ മുമ്പിൽ വടിയുമായി വെയ്യാൽ ബ്രദറെ, വാളുള്ളവൻ ജയിക്കോ വടിയുള്ളവൻ ജയിക്കോ? നോർമലി ചിന്തിച്ച വാളുള്ളവൻ ജയിക്കും. ആമേൻ. അപ്പൊ പെട്ടെന്ന് കർത്താവ് എന്നോട് പറഞ്ഞു, ഒന്ന് ഉറപ്പിക്കാൻ വേണ്ടി പറയുക. ആമേൻ. നീ ദാവീദ് എന്ന കൊച്ചു ചെറുക്കനെ നോക്ക. ഞാൻ നോക്കി, പുള്ളിയുടെ കയ്യിൽ വാളില്ല. ഇല്ലാത്തത് കൊണ്ട് ശൗല് പറഞ്ഞു, എൻ്റെ വാളും കൊണ്ടുപോ. പുള്ളി അത് പൊക്കിയേച്ച് പറഞ്ഞു, ഇത് വലിയ ബുദ്ധിമുട്ടാ, ഇതങ്ങ് തന്നെ വച്ചേരെ. ആകെ പുള്ളി പോയത് ഗോലിയാത്തിന്റെ നേർക്ക. ഗോലിയാത്തിനോട് ചോദിച്ചാൽ ഗോലിയാത്ത് പറയും, എൻ്റെ കയ്യിൽ അവനേക്കാൾ കരുത്തുള്ള വാളിരിക്കുക. ശ്രദ്ധിക്കണേ, ദാവീദ് ഗോലിയാത്തിന്റെ വാൾ എടുക്കാൻ നോക്കിയിട്ട് ബുദ്ധിമുട്ടാന്ന് പറഞ്ഞ് പൊക്കിയപ്പോൾ നേരെ താഴെ വീഴുന്ന പുള്ളിയുടെ തലയും പോയി. അത്രയും കരുത്തുള്ള വെയിറ്റ് ഉള്ള ഒരു വാൾ ഗോലിയാത്തിന്റെ കയ്യിൽ ഇരിക്കുമ്പോൾ ദാവീദ് പറയുക, ഞാൻ കാണാഞ്ഞിട്ടല്ല, ഇത് കണ്ടിട്ടാ ഞാൻ പോകുന്നത്. ഇന്ന് കൃപയുള്ള ദൈവമക്കളോട് ഞാൻ പറയാം, ശത്രുവിന്റെ കയ്യിലെ വാളിനേക്കാൾ വലുതാ നിന്റെ മേൽ ദൈവം ഏൽപ്പിച്ച അധികാരത്തിന്റെ വടി. വിശ്വസിക്കുന്നവൻ ഈ സീസണിൽ ചിലതെല്ലാം പിടിച്ചെടുക്കുന്ന തലകൾ തൊടുക. അഭിഷേകം ഒരു അഗ്നി പോലെ ഫയർ ഓഫ് ഗോഡ്. La baba shakeni rimana shakenia rival proudi mini gadagase. Holy Spirit, in the name of Jesus. Hallelujah. Rigamana shandal kamana gadaga വൈശസ് പ്രൗഢി ബിരികടകസി. ആമേൻ. വാളുമായി നിൽക്കുന്ന ഗോലിയാത്തിന്റെ നേർക്ക് വടിയുമായി പോയ ദാവീദ്, നിങ്ങൾ പുസ്തകത്തിൽ എവിടെങ്കിലും വായിച്ചോ ദാവീദ് തോറ്റവനായി തിരിച്ചു വന്നെന്ന്? ഇന്നു പകൽ ദൈവം ഏൽപ്പിച്ച വടിയാണെങ്കിൽ നീ തോൽക്കയില്ല. ദൈവം കൈമാറിയതാണെങ്കിൽ നീ തോൽക്കയില്ല. ആദന്മ ശത്രുവെന്ന് പറഞ്ഞാലും തോൽക്കാൻ ദൈവം വിട്ടുകൊടുക്കത്തില്ല. Holy Spirit, Labra Shekenia, Ribana Shandal Kamanagase. Amen. ശക്തമായി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പറയുന്നു, അത് എത്ര ശക്തനാണെങ്കിലും, എതിരാളി എത്ര ശക്തിയുണ്ടെങ്കിലും, അവന്റെ കയ്യിൽ വാളാണിരിക്കുന്നതെങ്കിൽ സ്വർഗം പറയുന്നു, നിന്നെ ദൈവം വടിയുമായി വിടുന്നത് തോൽക്കാനല്ല. ഈ വടി അധികാരത്തിന്റെ വടി, ഈ വടി അതോറിറ്റിയുടെ വടി, ചിലതിനെ കീഴ്പ്പെടുത്താൻ കരുത്തുള്ള വടി, ചിലതിനെ തോൽപ്പിക്കാൻ കരുത്തുള്ള ഒരു പ്രാർത്ഥനയുടെ വടി, ഒരു ശക്തിയുടെ വടി ഈ പകലിൽ ചിലരുടെ മേൽ ദൈവം റിലീസ് ചെയ്യുന്നു. Take the power. നിറയട്ടെ നിറയട്ടെ നിറയട്ടെ. അടകമന ശന്തന റീഗൽ പ്രൗഢമന അത്യുന രക്ഷസ്കമന ഘടക യേശുവേ. Hallelujah, hallelujah.
ശ്രദ്ധിക്കണേ, ദാവീദ് തോറ്റില്ലെങ്കിൽ നമ്മളും തോക്കില്ല. വാളുമായി നിന്നവന്റെ മുമ്പിൽ വടിയുമായി പോയിട്ട് വാളുള്ളവൻ വീണു, വടിയുമായി പോയവൻ ജയിച്ചു. ഇത് ബൈബിളിന്റെ ചരിത്രമല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാം, മോശയോട് തമ്പുരാൻ പറയുക, ഞാൻ നിന്നെ അയക്കുന്നത് വാളുമാട്ടല്ല വടിയുമാട്ടാ. നീ പോകേണ്ടത് വടിയില്ല വാളുള്ള ഒരു ജനറേഷന്റെ അടുക്കലേക്കാ. അങ്ങനെയാണെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയാം, 80ാമത്തെ വയസ്സിൽ മോശയുടെ കരുത്ത് തൻ്റെ ആരോഗ്യമല്ല, തൻ്റെ കയ്യിലിരിക്കുന്ന വടിയാ. ഇതിനകത്തും പ്രായഭേദമെന്നെ സ്വർഗം വിളിച്ചു പറയുന്നു, നിങ്ങൾക്ക് നൽകുവാൻ തമ്പുരാന്റെ കയ്യിൽ അതുണ്ട്. വിശ്വസിക്കുന്നവന്റെ മേൽ ഇന്ന് അത് ഹാൻഡ് ഓവർ ചെയ്യും. ഹാൻഡ് ഓവർ ചെയ്യും. ചില ദേശത്തിന്റെ നിയന്ത്രണങ്ങൾ, ചില പട്ടണങ്ങളുടെ നിയന്ത്രണങ്ങൾ നിന്റെ കരത്തിലിരിക്കുന്ന വടി കൊണ്ട് നിയന്ത്രിപ്പാൻ. തൊടുക, ദൈവം തൊടുക. ചിലതിന്റെ മേൽ ശക്തിയേറിയ അനോയിന്റിങ് സ്വർഗം റിലീസ് ചെയ്യുന്നു. ചില ദേശങ്ങളെ നിന്റെ കരത്തിന്മേൽ സ്വർഗം നിയന്ത്രിപ്പാൻ തരട്ടെ. ഹോളി ഫയർ. Labra Shandana Rival Kamanagadaga Akshas Kamanagadaga Waida Proudamanagadaga Atuna Regal Kamanagadaga Eshuvin Namam Jaya in the Pagala Magata Mirangan Bogaya. Yes, ഇത് നകത്തുന്ന അബേൽ അധികാരത്തിന്റെ ചെങ്കോലുള്ള വടിയുമായി ചിലർ എഴുന്നേക്കും. ഇന്ന് ഞായറാഴ്ച ആത്മാവ് ശക്തിയോടെ പ്രവചിക്കുന്നു, ചിലതിന്റെ കൈകളിൽ ചില വടികളെ തമ്പുരാൻ തരും. ദേശത്തിന്റെ മേൽ നൂറുകണക്കിന് വർഷമായി ആധിപത്യമെടുത്തിരിക്കുന്ന ഫറവോന്യ സൈന്യം പോലെ കിടക്കുന്ന ചില ദേശാധിപതികൾ നിന്റെ കരത്തില് വടിയുടെ മുൻപിൽ come on, come on, come on, come on, take the power. ഇന്ന് പകൽ ആ മഹത്വം വെളിപ്പെടുന്ന പകൽ. Holy Spirit, യേശുവിൻ നാമം ജയം. ഇന്ന് പകല മഹത്വം ചലിക്കട്ടെ, സാന്നിധ്യം ഇറങ്ങട്ടെ. ഉടകബല ശന്തൽക്കമന വൈശസ് പ്രൗഢി വിരികടകസി. ഹല്ലേലൂയ, ഗ്ലോറി. ഞാൻ ഈ ഭാഗം വായിക്കുമ്പോൾ കർത്താവ് എന്നോട് സംസാരിച്ച 1-2 കാര്യങ്ങളുടെ പെട്ടെന്നൊന്ന് പറയാം. ഈ മോശയോട് പറഞ്ഞു, വാളുമായി നിൽക്കുന്നവന്റെ ആമേൻ ഇടത്തിലാ നീ വടിയുമായി പോകേണ്ടത്. ദൈവം അയക്കുന്നുണ്ട്, പുള്ളിക്ക് പേടിയില്ല. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. നിങ്ങൾ ദൈവമാണ് അയക്കുന്നതെങ്കിൽ പിന്നെ നമ്മൾ എന്തിനാ പേടിക്കുന്നേ? കാരണം ദൈവത്തിന് പദ്ധതി ഇല്ലാതെ ദൈവം അയക്കത്തില്ല. ദൈവത്തിന് പ്ലാൻ ഇല്ലാതെ ദൈവം അയക്കത്തില്ല. ചെല്ലാൻ ഒരു മനുഷ്യൻ വേണം, ബാക്കി ദൈവം ചെയ്യും. ഇന്നു പകലിൽ പരിശുദ്ധാത്മാവ് ഇതിനകത്തും പറയുന്നു, നിൽക്കാൻ ഒരാളെ വേണം. നിൽക്കാൻ റെഡിയാണെങ്കിൽ ബാക്കി ദൈവം ചെയ്യാൻ പോവുക. കാരണം നീ ചെയ്യുന്നത് നിന്റെ ഇഷ്ടമല്ല, നീ ചെയ്യുന്നത് ദൈവത്തിന്റെ പ്ലാനാ. നീ ചെയ്യുന്നത് നിന്റെ ആഗ്രഹമല്ല, നീ ചെയ്യുന്നത് ദൈവത്തിന്റെ പ്ലാനാകയാൽ. Yes, 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 yes. Come on. Lam Shateni. Rival Proudimidi Gatagam. Achas Kamanagadagassi. അസാധാരണമായ ദൈവ സാന്നിധ്യത്തെ ഇന്ന് പരിശുദ്ധാത്മാ ഇതിനകത്ത് നിറയ്ക്കും. Amen. Glory, glory, glory. In mighty name of Jesus. ഞാനീ പറയുന്ന ദൂതുകൾ കഴിയുമെങ്കിൽ എല്ലാവരും അതിനെ ഏറ്റെടുത്ത് സ്വീകരിക്കുക. നിന്റെ വീട്ടിലെ പ്രശ്നം മാറാൻ നാളെ ഇനി ആളെ വിളിക്കണമെന്നില്ല. ഇതിനകത്ത് നിന്റെ കൈ വടി തന്നാ നീ ഈ വടി നീട്ടിയാൽ മതി. ചില പ്രശ്നങ്ങൾ നിന്റെ മുമ്പിൽ നിന്ന് മാറും. നിന്നെ കൊണ്ട് കഴിയുവാണെങ്കിൽ ഇതിനെ ഏറ്റെടുക്കാൻ ശ്രമിക്കുക, ഇതിനെ സ്വീകരിക്കാൻ ശ്രമിക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഹെവിയായ ഇമ്പാർട്ടേഷൻ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് കൈമാറും. ചിലരുടെ മേൽ വലിയ അധികാരങ്ങൾ ദൈവം ഇട്ടുതരും. ആമേൻ. ഈ ഒറ്റ അധികാരം കൊണ്ട് മിസ്രൈമിനെ മുഴുവൻ വരച്ച വരയി നിർത്താൻ ആമേൻ പറപോറി മോശയെ കൊണ്ട് കഴിഞ്ഞെങ്കിൽ നിന്റെ ദേശത്തിന്റെ അകത്ത് നീ വരയ്ക്കുന്നിടത്ത് ചിലതിനെ നിർത്താൻ യാസ് കരുത്തുള്ള ഒരഭിഷേകം മന്ത്രവാദികളെയും ആഭിചാരകന്മാരെയും നീ വരയ്ക്കുന്നത് നിർത്താൻ കരുത്തുള്ള
ഒരു അഭിഷേകം. ഓ ഓ അത് സംഭവിക്കും, അത് സംഭവിക്കും. ശാപമിടുന്നവൻ അവൻ പറയുന്നിടത്തല്ല, നീ പറയുന്നിടത്ത് അവൻ നിൽക്കാൻ പോവുക. വിശ്വസിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. നിന്റെ കയ്യിൽ അധികാരത്തിന്റെ വടി, നിന്റെ കയ്യിൽ അധികാരത്തിന്റെ ചെങ്കോൽ, നിന്റെ കയ്യിൽ അധികാരത്തിന്റെ ചെങ്കോൽ ഇന്ന് പകൽ സ്വർഗം റിലീസ് ചെയ്യുന്നു. Take the power. Oh, holy, holy, holy spirit. Labra shekeni, ribana shekenia, ribal proudi birigadaga, atuna rachaska managadaga. യേശുവിന്റെ നാമത്താൽ ഞങ്ങൾ ജയമെടുക്കുകയാ. ഉടക ക്ഷമനകടക, ribal proudi birigadaga say, in the mighty name of Jesus. Hallelujah. Amen. വാസ്തവമായിട്ട് ഞാൻ പറയാം, ഈ മോശയെ ദൈവം വിളിച്ചേച്ച് പറഞ്ഞു, നിന്നെ ഞാൻ വിടാൻ പോകുന്നത് വാളുള്ള കൊട്ടാരത്തിലേക്കാണ്. ആമേൻ. കർത്താവ് നിന്നെ തൊട്ട് വിളിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവ് നിന്നെ അയക്കുന്നതിന് ചെറിയ സ്ഥലത്തൊന്നും ആയിരിക്കത്തില്ല, വലിയ സ്ഥലത്തേക്ക് വിടാൻ പോവുക. ആമേൻ. ഇന്നലെ വരെ നീ കിടന്നത് കൂടില്ല, നീ കിടന്ന കൊച്ചു കൊച്ചു സ്ഥലത്താണ്. പക്ഷെ ഒരു ശുശ്രൂഷമായി ദൈവം ഇവിടുത്തെ ഇറക്കാൻ പോകുന്നത് കൊട്ടാരത്തിലേക്കാണ്. ഇതിനകത്ത് പരിശുദ്ധാത്മാരോട് പറയുന്നു, ആമേൻ, വലിയ എക്സ്പീരിയൻസ് ഒന്നും നിനക്ക് കാണത്തില്ല, പക്ഷെ ദൈവം നിയോഗമാണ് നീ കൊട്ടാരത്തിൽ കാലി കൊട്ടണമെന്ന്. ചില ഉന്നതന്മാരുടെ ഇടയിൽ കാലി കൊട്ടണം തമ്പുരാൻ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ ഒരു എക്സ്പീരിയൻസും വേണ്ട. 2025 നിന്റെ വർഷമാകട്ടെ. Come on, take the glory. Oh, oh, la ba 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 shakeni, riba shamanaga dagasi, adagal kamanaga dagasi, atuna rakshas kamanaga dagasi, in the mighty power. Oh, hallelujah. Riba la bashamdana, ribal kamanaga dagasi, atuna rakshas kamanaga dagasi. അറിവുള്ളവർ മാറിയിരിക്കുമ്പോൾ, കഴിവുള്ളവർ മാറിയിരിക്കുമ്പോൾ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത മോശയെ മരുഭൂമിക്കകത്ത് വിളിച്ചിട്ട് പറയുക, നിന്റെ അടുത്ത ശുശ്രൂഷ ഓപ്പൺ ആകുന്നത് മിസ്രൈമിന്റെ ഫറവോന്റെ കൊട്ടാരത്തിനകത്താ. ആരോടൊക്കെ ദൈവാത്മാ പറയുന്നു, ഒരിടത്തും കാല് വെക്കാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷെ ഈ സീസണിൽ ചില ഉന്നതന്മാരുടെ വീട്ടിനകത്ത് നിന്റെ ശുശ്രൂഷകള് തുറക്കാൻ. Oh, come on, come on, come on, get ready. ഇന്ന് പകൽ അഭിഷേകം ചിലതിനോട് പറയുന്നു, ചിലത് തുറക്കാൻ സമയമായി യേശുവിൻ നാമത്തിൽ. ഓ ശബരാധന വൈഡവരകത വന്ദ ക്ഷമനം ചാലം തേരെ 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 ജൂഡാ ലാഭ ഷൈഡവരകത വൈഡൽ കമനെ ജൂഡാ മാന അന്തർ കമനം ചാലം തേരെ. ഓ റീബ ക്ഷമനം ചാലം തേരെ മറ്റൊരു ബലബല റീബ ക്ഷമലബ റബലബ രകത. മകത്വം ഇന്നിറങ്ങുക, സാന്നിധ്യം ഇന്നിറങ്ങുക, ദൈവശക്തി ഇന്ന് ചലിക്കുക. ചില വ്യക്തികളുടെ അകത്തേക്ക് കൃപ വെളിപ്പെടാൻ പോവുകയാ. നീ ഇന്ന് തിരിച്ചു പോകുന്നത് കയ്യിൽ വാളില്ല, പക്ഷെ വടിയുണ്ട്. വാളുള്ളവന് കീഴടക്കുന്ന ദൈവത്തിന്റെ അതോറിറ്റി ഈ പകലിൽ സ്വർഗം റിലീസ് ചെയ്യട്ടെ. ഓഹോ ക്ഷാര തേര വരകത്. ഓ റീപക്ഷാനം വൈഡം ചാര് തിരുവലവല റീപക്ഷമനവൻ അന്തക്ഷമനം ചാരം തേര് വൈഡം ചാന തേര രകന വൈഡൽ പ്രൗഢ റീപക്ഷമന്. ഹല്ലേലൂയ, ആമേൻ, ഹല്ലേലൂയ. കർത്താവ് പറയുക, മോശേ ഞാൻ നിന്നെ വിടുക. എങ്ങോട്ട് വിടുക? കൊട്ടാരത്തിലേക്ക് വിടുക. ദൈവാത്മാവ് ശക്തിയോട് നിനക്കത്ത് ചിലതിനോടൊക്കെ പറയുക, ഇതുവരെ കാണാത്ത മേഖലയിൽ ദൈവം നമ്മളെ കയറ്റാൻ പോവുക. അത് നിങ്ങളുടെ ദൂതാണ്. ഇതുവരെ കാല് വയ്ക്കാത്ത ചില സ്ഥലങ്ങളിൽ ദൈവം നിന്നെ കാൽ വെപ്പിക്കാൻ പോവുക. ഇതുവരെ കയറാത്ത ചില മേഖലകൾ ദൈവം നിന്നെ കയറ്റും. ദൈവിക അധികാരത്തിൻ്റെ വടി നീട്ടുവാൻ സ്വർഗം നിന്നെ കയറ്റാൻ പോവുക. വാളിനെ പേടിച്ചോടിയവൻ വടിയുമായി തിരിച്ചു വരുന്നു. വാളിനെ പേടിച്ചോടിയവൻ വടിയുമായി തിരിച്ചു വരുന്നു. ഇന്ന് പകൽ ആത്മാവിൽ കൈമാറുകയാ. വാളിനെ ഭയന്നോടിയവൻ വടിയുമായി തിരിച്ചു വരുന്നു. ഇതിനകത്ത് ആരുടെയൊക്കെ ദൈവാത്മാവ് പ്രവചിക്കുന്നു, എന്തോ ഭയന്നോടിയ നിന്നെ വടിയുമായി തിരിച്ചു വരാൻ. Take the power. ദൈവശക്തി നിന്നിൽ നിറയട്ടെ, നിറയട്ടെ, നിറയട്ടെ,
നിറയട്ടെ, നിറയട്ടെ. ഓഹോ ശുഭരാജ വൈഡ രാജ ഓ റീബ ശമനം ജാലം ധേരെ ചൂട ബാബ റീബ ലാബ അന്ത ശമനം വൈഡം ജാനെ ധീര പ്രൗഢ റീബന ഘടകെ അത്യുര ബലബല റീബ ശമനെ ഓ റീബ ശന്തൽ കമനം ജാനെ ഓ റീബ ലാഭ വൈഡ രഗജ ഓ റീബ ശമനം ജാലം ധേരെ. ഇന്ന് പകലിൽ ആ മഹത്വം ചലിക്കട്ടെ, ആ അഭിഷേകത്തിന്റെ അഗ്നി ഇതിനകത്ത് ചലിക്കട്ടെ. ഉടകബല ശന്തനെ റീബൽ പ്രൗഢിബിരി ഘടക അക്ഷസ്ക ഖേരിബി അന്തന റീബ ലഖമാന യേശുവിന്റെ മഹത്വം ഇന്ന് പകൽ ചലിക്കട്ടെ. ചൂടകരാജ വൈഡകരാജ ഓ റീവക്ഷമനം ജാലം ധേരെ ആരുടെക്ക് മേൽ ഇന്ന് മഹത്വം വെളിപ്പെടും. ദൈവ സാന്നിധ്യത്തിന്റെ വലിയ പകർച്ച ഇന്ന് പകലിൽ സംഭവിക്കാൻ പോവുകയാ. അഡബ ശന്തന റീഗൽ പ്രൗഢിബിരിഘടക അക്ഷസ് കമനഘടകസി ഹോളി സ്പിരിറ്റ്. ഓ ആമേൻ ആമേൻ ആമേൻ. മഹത്വം ഇന്ന് പകൽ വെളിപ്പെടും. വാസ്തവമായിട്ട് ഞാൻ പറയാം, ഒന്നുമല്ലാത്ത മോശെ വിളിച്ചു പറഞ്ഞു, നീ കൊട്ടാരത്തിലേക്ക് തിരിച്ചു പോ. 40 വർഷങ്ങൾക്ക് ശേഷം വാളിനെ പേടിച്ചു പോകുന്ന ഓടിയവൻ വടിയുമായി തിരിച്ചു പോകുന്നു. അവിടെ ചെന്നപ്പോൾ തമ്പുരാൻ പറഞ്ഞു, നിന്റെ ദൈവം ആരാന്ന് അവൻ ചോദിക്കും. അന്നേരം തെളിയിക്കാൻ നീ ഒരു ചെറിയ പരിപാടി ഇവിടെ കാണിക്കണം. എന്നാ, നിന്റെ കയ്യിലെ വടി നിലത്തിടണം. ഇപ്പം മോശ ചോദിച്ചു, എന്നെ സംഭവിക്കും? ഇത് ചോദ്യം ഒഴിവാക്കാനാ തമ്പുരാൻ നേരത്തെ പറഞ്ഞത്. മരുഭൂമി വെച്ച് പറഞ്ഞു, നിന്റെ വടിയൊന്ന് താഴെയിട്, അത് ഇഴയുന്ന സർപ്പമായി. മോശയ്ക്ക് അന്ന് മനസ്സിലായി, എൻ്റെ കയ്യിലിരിക്കുന്ന വടിക്കകത്തൊരു പാമ്പുണ്ട്. ഒരു ഹല്ലേലൂയ പറ. എൻ്റെ കയ്യിലിരിക്കുന്ന വടിയുടെ അകത്ത് എന്തുണ്ട്? അതെല്ലാവരും ഒന്ന് ചിന്തിച്ചാൽ നന്നായിരുന്നു. അകത്തൊരു പാമ്പുണ്ട്. ഹല്ലേലൂയ. പോട്ടെ, അതങ്ങ് വിട്ടേക്കേനെ. പുള്ളി പാമ്പ് കണ്ട് പുള്ളി തിരിച്ചോടിയപ്പോൾ സ്വർഗം പറഞ്ഞു, ഓടണ്ട, നീ നിന്നാൽ ഈ പാമ്പിനെ കീഴടക്കാൻ പോവുക. ശ്രദ്ധിക്കുക. നീ നിന്നാൽ ഈ പാമ്പ് എന്ത് ചെയ്യാൻ പോവുക? കീഴടങ്ങാൻ പോവുക. ബൈബിൾ പറയുന്നു, ഓടിയ മോശയെ വിളിച്ച് തമ്പുരാൻ പറഞ്ഞു, നിക്കട അവിടെ. ഈ പാമ്പ് നിന്നെ ഓടിച്ചു എന്ന് സത്യമാണ്, പക്ഷെ സെക്കൻഡ് കൊണ്ട് ഈ പാമ്പിന് നീ ഓടിക്കാൻ പോവുക. ഇവിടേക്ക് ചില ഇമ്പാർട്ടേഷനുകൾ സംഭവിക്കാൻ പോകുന്നത്. ഈ പാമ്പ് ഇന്നലെ വരെ നിന്നെ ഓടിച്ചു എന്നത് വാസ്തവാ, ഈ നിമിഷത്തും നീ ഓടി എന്നത് വാസ്തവാ. പക്ഷെ എൻ്റെ വാക്ക് നിനക്കൊരു ബലം തരും. നിക്കടാ മോശെ, നീ ആ പാമ്പിന്റെ വാലയിലൊന്ന് പിടി, അത് വടിയായി മാറാൻ പോവുക. ഇന്ന് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് പറയുന്നു, നിന്നെ പേടിപ്പിച്ചവന്റെ വാലയിലൊന്ന് തൊട്ടാൽ ചിലത് കീഴടങ്ങുന്ന ഒരു അതോറിറ്റി അവിടെ വച്ച് മോശയ്ക്ക് കൊടുക്കുക. ഇന്ന് ആത്മാവ് ഇതിനകത്ത് മാരോട് പറയുന്നു, നിന്നെ ഭയപ്പെടുത്തിയവന്റെ വാലയിലൊന്ന് തൊട്ടാൽ ഓ യെസ് 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 ചിലത് അവിടെ നിൽക്കും. യേശുവിന്റെ നാമത്തിൽ അത് സംഭവിക്കട്ടെ. യേശുവിന്റെ നാമം ജയം. നിന്നെ പേടിപ്പിച്ചവന്റെ വാലിൽ തൊടാനൊരു അധികാരം നിനക്ക് തരാൻ പോവുക. ഇതാ ഫസ്റ്റ് ഇമ്പാർട്ടേഷൻ. ഇന്ന് പകലിൽ ചില പാമ്പുകളുടെ മേൽ അധികാരത്തോടെ കൈ നീട്ടുവാൻ, ചവിട്ടുവാൻ സ്വർഗത്തിന്റെ അതോറിറ്റി ഈ ജനത്തിന്റെ മേൽ ഫയർ. ഓ പകരട്ടെ. വൈഡം ശമനം ജാലം തേരെ റീവ ശമനം ജാലം തേരെ വൈഡ രഗജ രഗദ രഗേ. ഓ നിറയപ്പെടട്ടെ. ആത്മസാന്നിധ്യം ചലിക്കട്ടെ. ഉഡാമാന ശന്തൽ കമന വൈശസ് പ്രൗഢിബിരി ഘടക അധുന രഗൽ കമന ഘടക അന്തൽ പ്രൗഢമന ഘടക രക്ഷസ് കമന ഘടക. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് പറയുക, ചിലത് ഇനി അങ്ങോട്ട് ചെയ്യാൻ പോവോ ദൈവം. അപ്പൊ ഇവിടെ വെച്ച് പുള്ളിക്കൊരു പിടുത്തം കിട്ടി, പാമ്പായി മാറിയ വാലെ പിടിച്ച വടിയായി മാറും. ഈ ഒരു എക്സ്പീരിയൻസും കൊണ്ട് പുള്ളി എങ്ങോട്ട് പോവുക? ആകെയുള്ളത് ഈ ഒറ്റ എക്സ്പീരിയൻസാ. അവൻ തൻ്റെ കയ്യിരുന്ന വടി പാമ്പായി, വാലെ പിടിച്ചപ്പോൾ എന്തായി? വടിയായി. ഇതും കൊണ്ട് നേരെ പോകുന്ന എങ്ങോട്ടാ? ചെറിയ പ്രാർത്ഥനയ്ക്കല്ല, ഒരു വലിയ കൂട്ടായ്മയ്ക്ക് പോവുക. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ചെറിയ കൂട്ടായ്മയ്ക്കല്ല പോകുന്നേ, വലിയ ആൾക്കാരിരിക്കുന്ന ഒരു കൂട്ടായ്മയ്ക്ക് പോവുക.
കൂട്ടിയുടെ അഹരോനെയും വിളിച്ചുകൊണ്ട് പോയി. അവിടെ ചെന്നപ്പോൾ 40 കൊല്ലം മുമ്പ് തന്നെ വിരട്ടിയ പുള്ളിക്കാരൻ വിളിച്ചു, എന്നാ ഇങ്ങോട്ട് വന്നേ? പുള്ളി പറഞ്ഞു, എനിക്കൊരു ദൈവമുണ്ട്, ഇങ്ങോട്ട് അയച്ചതാ, ഇസ്രായേൽ മക്കളെ വിടണം. പുള്ളി പറഞ്ഞു, ആരാ നീ? ആര്? 40 കൊല്ലം മുമ്പ് ഞാൻ നിന്നെ ഓടിച്ചതാ, ഇനി വരത്തില്ലെന്നാ കരുതിയേ. നിന്നെ തിരിച്ചു വരുത്തിയതും ദൈവമാ. ചിലതൊക്കെ അങ്ങനെ തിരിച്ചു വരുത്തും. ദേശത്തിൽ നിന്ന് നിന്നെ ഓടിച്ച നിന്നെ ദേശത്ത് വരുത്തും. നിന്റെ പട്ടണത്തിൽ നിന്ന് നിന്നെ ഓടിച്ച നിന്റെ പട്ടണത്തിൽ വരുത്തും. തിരിച്ചു വരുത്തുന്നത് സാധാരണക്കാരനായിട്ടായിരിക്കത്തില്ല. തിരിച്ചു വരുത്തുന്നത് സാധാരണ വ്യക്തിയായിട്ടായിരിക്കത്തില്ല. ഒരു അസാധാരണമായ കൃപയോടെ. ദേശം അത്ഭുതപ്പെടും, ചുറ്റുപാടുകൾ അത്ഭുതപ്പെടും, ഗ്രാമങ്ങൾ അത്ഭുതപ്പെടും, നിന്റെ കുടുംബങ്ങൾ അത്ഭുതപ്പെടുന്ന ഒരു തിരിച്ചുവരവ് ചിലർക്ക് വേണ്ടി ദൈവം അയക്കട്ടെ. യേശുവിന്റെ നാമത്തിൽ. Now receive the power. ചൂടാബാല ശന്തൽ കമനം ജാലം ധേരേ അത്യുരബലബല റീവക്ഷബലബ രഗതൽ കമനേ. ഹല്ലേലൂയ. ആമേൻ. ആമേൻ. തിരിച്ചു വരുന്നത് പഴയ പോലൊന്നും അല്ല. കൃപയോടെ തിരിച്ചു വരും, ബലത്തോടെ നീ തിരിച്ചു വരും. ആമേൻ. പുള്ളിക്കാരൻ കൊട്ടാരത്തിൽ വന്ന് രാജാവോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോഴേ രാജാവിനോട് പറയുക, എനിക്കൊരു ദൈവമുണ്ട്, യഹോവയാണ് ദൈവം. ഈ ദൈവത്തെ ആരാധിപ്പാൻ ഇവിടെ പിടിച്ചു വെച്ചേക്കുന്ന ജനത്തെ വിട്. പുള്ളി പറഞ്ഞു, നിന്റെ ദൈവത്തിന് ജീവനുണ്ടോടാ? നിന്റെ ദൈവത്തെ ഒന്ന് കാണിച്ചാ, നിന്റെ ദൈവത്തെ ഒന്ന് വെളിപ്പെടുത്തിത്താ. പുള്ളി പറയുന്നു, ഫോട്ടോ ഇല്ല കാണിക്കാൻ, ഇവിടെയൊന്നും വച്ചിട്ടില്ല. സ്തോത്രം. ഒരു ഹല്ലേലൂയ പറഞ്ഞ്. കാണിച്ചു തരാനൊരു ഫോട്ടോ ഇല്ല ബ്രദറെ, കാണിച്ചു തരാനൊരു രൂപമില്ല ബ്രദറെ. അതിനെക്കുറിച്ച് ഇന്നും വാദപ്രതിവാദങ്ങൾ തന്നോട്ടിക്കുക. പിന്നെ അതിനെ നമ്മളിടയിൽ കയറ്റുന്ന ശരിയല്ല. ഹല്ലേലൂയ. അതവിടെ ഇരിക്കട്ടെ. പക്ഷെ മോശ പറയും, ഫോട്ടോ കാണിക്കാനില്ല, മഹത്വം വേണമെങ്കിൽ കാണിച്ചു തരാം. ഇന്ന് പരിശുദ്ധാത്മാവ് ഇതിനകത്ത് ആരുടെക്ക് പറയുക, വരച്ച് കാണിപ്പാൻ ചിത്രമില്ല, പക്ഷെ ദൈവത്തിന്റെ മഹത്വം വെളിപ്പെടുത്തും. ഇതിന് കരുത്തുള്ള ചില മോശമാർ ഇവിടെ എഴുന്നേക്കുന്നു. വരച്ച് കാണിക്കാനല്ല, ഇടിമുഴക്കത്തിന്റെ ശബ്ദമായി ഇറങ്ങി വരുന്ന സൂര്യനേക്കാൾ ശോഭയുള്ള ദൈവത്തിന്റെ തേജസ്. യേശുവിന്റെ മകത്ത് ഇന്ന് പകലിൽ ചലിക്കട്ടെ. ചിലരുടെ കായ് അത് വെളിപ്പെടാൻ. Come on. In the name of Jesus. ഞാനും ദൈവത്തോടൊക്കെ പ്രാർത്ഥിക്കുമ്പോ ഇതാ പ്രാർത്ഥിക്കുന്നത്, അപ്പാ വരച്ച് കാണിക്കാൻ എനിക്കൊന്നുമില്ല, പക്ഷെ വരുന്നവരറിയണം ദൈവം ഉണ്ടെന്ന. ഗ്ലോറി. ശരിയല്ലേ? ഇതാ ദൈവം ഒന്ന് പിക്ചർ കാണിക്കാൻ എൻ്റെ കയ്യിലില്ല, ഞാൻ കൊണ്ട് നടക്കാറില്ല. പക്ഷെ കൈ തൊട്ടാൽ അറിയണം ജീവിക്കുന്നൊരു ദൈവം ഉണ്ടെന്ന. യേശു ജീവിക്കുന്ന ദൈവമാണെന്ന് ഇന്ന് ആരുടെയൊക്കെ ദൈവാത്മ പറയുന്നു. ചിലത് പറയാനല്ല, ചിലത് വെളിപ്പെടുത്താൻ സ്വർഗം ഇതിനകത്തുനിന്ന് ചിലതിനെ പിക്കിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ചെയ്യും. ചിലതിനെ വെളിപ്പെടുത്താൻ, ചിലതിനെ വെളിപ്പെടുത്താൻ സ്വർഗം ചിലതിനെ ഉയർത്തട്ടെ. ദൈവത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്താൻ ദൈവത്തിന് വേണം ചില മോശമാര്. ദൈവത്തിന്റെ ഗ്ലോറിയെ വെളിപ്പെടുത്താൻ ദൈവത്തിന് വേണം ചില വ്യക്തികള്. അവൻ ദൈവത്തിന്റെ ഗ്ലോറിയെ ചിലടത്തൊന്ന് വെളിപ്പെടുത്താൻ, ചില കൊട്ടാരങ്ങൾക്കകത്ത് കാണിക്കാൻ ദൈവത്തിന് ആവശ്യമുണ്ട് നിന്നെ. ഹല്ലേലൂയ. അടുത്ത ഭാഗം ഞാനിങ്ങനെ ചിന്തിച്ചു. അത് വളരെ ഈസിയായി എനിക്ക് തോന്നിയില്ല. മോശയെ ദൈവം അയച്ചത് കൊട്ടാരത്തിലാ. എന്തിനയച്ചു? മറഞ്ഞു കിടന്നൊരു മർമ്മമായിട്ട് എനിക്ക് തോന്നിയുണ്ട്. ഞാൻ പറയാം, രാജാവിന് വെറുതെ കാണാനൊന്നുമല്ല. നിന്റെ ആദ്യത്തെ വരവിൽ ഈ മിസ്രൈമിനകത്ത് കിടക്കുന്ന സകല പാമ്പുകളും പിടിക്കപ്പെടണം.
ഇന്ന് ആരുടെയൊക്കെ ദൈവാത്മാ പറയുന്നു, 430 വർഷം ചുറ്റിക്കെട്ടി വെച്ച പല പാമ്പുകൾ മിസ്രയീമിന്റെ കൊട്ടാരത്തിനകത്തുണ്ടായിരുന്നു. മോശെ നീ ചെന്ന് കാല് വച്ചാൽ സകല പാമ്പുകളും ഓ അവിടുന്ന് വെളിച്ചാടാൻ പോവുക. ഇന്ന് പകലിലും അതുപോലെ അതോറിറ്റി ഇതിനകത്ത് ദൈവശക്തിയുടെ വലിയ പകർച്ച ഈ പകലിൽ നിന്റെ മേൽ സംഭവിക്കട്ടെ. മരുഭൂമിക്കകത്ത് ഒരു പാമ്പിന് വാലയെ പിടിച്ച ശുശ്രൂഷ ചെയ്ത പുള്ളിയോട് കടുത്താവ് അടുത്തു പറഞ്ഞത്, നിനക്കൊരു പ്രൊമോഷൻ കിട്ടി. ചിലതിനോടൊക്കെ ദൈവം പറയുക, ചിലർക്കടുത്ത പ്രൊമോഷൻ വരും. ഒരു ഭൂതത്തെ പുറത്താക്കിയിട്ട് അഭിമാനിച്ചവരോട് തമ്പുരാൻ പറയുക, പ്രൊമോഷൻ ഉണ്ട്. അപ്പൊ ഈ പ്രൊമോഷൻ എവിടെയാ? ഇനി ഒരു ഭൂതമല്ല, ഭൂതങ്ങളുടെ കോട്ടയ്ക്കകത്താ നിനക്ക് പ്രൊമോഷൻ. കരുത്തുള്ളവരുണ്ടോ? ഇതിനകത്ത് അഭിഷേകമുള്ളവരുണ്ടോ? സ്വർഗം പറയുന്നു, കോട്ടയ്ക്കകത്ത് യേശുവിന്റെ മകത്വം വെളിപ്പെടുക. ഇന്ന് പകലിൽ ചിലതൊക്കെ റിസീവ് ചെയ്യാൻ പോവുക. ചിലതിനൊക്കെ അതിനകത്തോട്ടൊന്ന് കേട്ടാൽ യേശുവിന്റെ മകത്വം ഇറങ്ങട്ടെ. യേശുവിന്റെ മകത്വം ചലിക്കട്ടെ. ഓ നിനക്ക് അഭിമാനിക്കാറായില്ല. അടുത്ത സീസൺ തുറക്കുക. അടുത്ത സീസൺ തുറക്കുക. നിനക്ക് അഭിമാനിക്കോ. പിടിച്ചോടെ. ഓ ഓ ഓ പിടിച്ചോടെ. അവിടെ അവിടെ ദൈവശക്തി ചലിക്കുന്നു. പിടിച്ചോടെ. ദൈവശക്തിയുടെ വലിയ പരിവർത്തനം ഇതിനകത്ത് സംഭവിക്കുക. ഓ യേശുവിന്റെ മകത്വം ഇറങ്ങട്ടെ. ഹോളി സ്പിരിറ്റ്. ഓ കൃപ വെളിപ്പെടുക ഇതിനകത്ത്. കൃപ വെളിപ്പെടുക ഇതിനകത്ത്. മരുഭൂമിക്കകത്തൊരു പാമ്പിനെ വരട്ടി തോപ്പിച്ചിട്ടാ മോശെ അഭിമാനിക്കാൻ സമയമായില്ല. നിന്റെ അടുത്ത ലെവല് വെളിപ്പെടാൻ പോവുക. നിന്റെ അടുത്ത സ്റ്റേജ് വെളിപ്പെടാൻ പോവുക. അത് മരുഭൂമിയിലല്ല, അത് രാജാക്കന്മാരുടെ ഇടയിൽ. രാജാക്കന്മാരുടെ നിന്റെ മേൽ കിടക്കുന്ന മഹത്വം രാജാക്കന്മാരുടെ ഇടയിൽ വെളിപ്പെടാൻ സമയമായി. നിന്റെ മേൽ കിടക്കുന്ന മഹത്വം ഉന്നതന്മാരുടെ വീട്ടിനകത്ത് വെളിപ്പെടാൻ സമയമായി. 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 Glory. Glory to Jesus. La prashekeni. Rima nashekenia. Ribel proudi bidigadagasi. Adaga chamanagadagassi. Atuna ragal kamanagadaga. Vaidam chana theria. Rima nasi yathana. Rima chamanagadagassi. Holy fire. Glory, glory, glory. എവിടൊക്കെ ദൈവം തൊടുക നിങ്ങള്. എനിക്കറിയാം, ഇന്നലെ കാടും മേടും കണ്ട മുള്ളും പരക്കാരുടെയും ഇടകിയിൽ ഉറങ്ങിയവൻ കൃപയുടെ വടിയുമായി കൊട്ടാരത്തെ വിറപ്പിക്കാൻ കയറുക. ആത്മാവ് ഞാൻ കൈമാറട്ടെ. നിന്റെ കരത്തിലിരിക്കുന്ന വടി ആമേൻ മിസ്രയീമിനകത്തെ സകല സർപ്പങ്ങളെയും വിളിച്ചു വരുത്തുകയാ. ഓ ലാവശാര തേരെ റീവ ക്ഷമനവ രഗദേ അത്യുരവലവല റിവല റീവ ചന്ദർ കമനെ ഓ റീവ ലാഭ രാജ റിലീസ് ദ അനോയിന്റഡ്. ഓ യേശുവിന്റെ നാമം ജയം. ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. അടുത്ത പ്രമോഷൻ എന്ന് പറഞ്ഞത് കൊട്ടാരത്തിലായിരുന്നു. അവിടെ ചെന്നപ്പോ പുള്ളി ഒരു പാമ്പല്ല കാണുന്നത്, ഒരുപാട് പാമ്പ് കാണുക. അയ്യോ
ഒരു ഭൂതത്തെ പിടിച്ച് വാലെ പിടിച്ച് ഒതുക്കി വെച്ച അഭിമാനത്തോടെ പുള്ളി പോയതാ. പുള്ളി വിചാരിച്ചില്ല ഇങ്ങനെയുള്ള പ്രമോഷൻ ആയിരിക്കുമെന്ന്. ഈ സീസണിൽ ദൈവാത്മാവ് ആരോടോ പറയുന്നു, കഴിഞ്ഞ സീസണിന്റെ അഭിമാനവും പറഞ്ഞിരിക്കാതെ അടുത്ത സീസൺ തുറക്കാൻ പോവുക. അടുത്ത സീസൺ തുറക്കാൻ പോവുക. കഴിഞ്ഞുപോയ സീസണിന്റെ അഭിമാനം പറയാൻ ഒന്നുമില്ല, പ്രശംസ പറയാൻ ഒന്നുമില്ല. 2025 ഈ മാർച്ച് മാസം ഡിക്ലെയർ ചെയ്യുന്നു അടുത്ത സീസൺ. ദൈവശക്തി നിന്റെ മേൽ ഫയർ കതടെ ഒരു തീ പോലെ ചില ശരീരങ്ങളിലേക്ക് മഹത്വം വെളിപ്പെടുന്നു. Come on, take the power. തൊടുക, മഹത്വം തൊടുക, അസാധാരണ അഭിഷേകം നിറയുക. നീ അടുത്ത സീസണിന് വേണ്ടിയുള്ള വ്യക്തിയാ. നീ അടുത്ത തലമുറയ്ക്കുള്ള വ്യക്തിയാ. നീ ഉന്നതന്മാരുടെ ഇടയിൽ ചില മഹത്വം വെളിപ്പെടുത്തേണ്ട വ്യക്തി. ഇന്ന് പകൽ ആത്മാവ് ശക്തമായി പറയുന്നു, നിന്റെ അടുത്ത സീസൺ തുടങ്ങുക. ഇന്നലെ മരുഭൂമി കണ്ടതല്ല, ഈ സീസൺ വ്യത്യസ്ത. ഹോളി സ്പിരിറ്റ്, ഈ സീസൺ വ്യത്യസ്ത. ഗ്ലോറി ടു ജീസസ്. ആമേൻ. ഞാനിത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആത്മാവ് എന്നോട് പറയുക, വലിയ ഇമ്പാർട്ടേഷനുകൾ ഇവിടെ നടക്കുന്നു. വലിയ ഇമ്പാർട്ടേഷനുകൾ ഇവിടെ പുറകെ നിൽക്കുന്നവർക്ക് വന്നു ഫ്രണ്ട് സീറ്റുണ്ടോ? വലിയ ഇമ്പാർട്ടേഷനുകൾ നടക്കുക. ദൈവത്തിന്റെ കൃപ വെളിപ്പെടാൻ പോവുക. ആത്മാവിന്റെ സാന്നിധ്യത്തെ ഇതിനകത്ത് പിടിക്കാൻ കരുത്തുള്ളവര് ദൈവത്തിന് ആവശ്യമുണ്ട്. വന്നതുപോലെ പോവാനല്ല, വ്യത്യസ്തമായത് നീ പ്രാപിക്കാൻ പോവുക. വന്നതുപോലെ അല്ലെന്ന്. നിന്റെ രണ്ടാമത്തെ സെക്ഷൻ അത് വ്യത്യസ്തമാ. രണ്ടാമത്തെ സീസൺ വ്യത്യസ്തമാ. മരുഭൂമിയിൽ ഒരു പാമ്പിനെ കണ്ട അനുഭവം മോശം നിനക്കുള്ളൂ. പക്ഷെ അടുത്ത സീസൺ നീ പോലും ചിന്തിക്കാത്ത ഇടത്തു നിന്ന് ചിലതിനൊക്കെ പിടിച്ചെടുക്കേണ്ട ഒരു കാര്യത്ത. പിടിച്ചോ ഒരു കരുത്ത ഇന്ന് പകലിൽ സ്വർഗം റിലീസ് ചെയ്യുന്നു. വേണം ദൈവത്തിന്, വേണം സിസ്റ്ററെ, വേണം. നിന്നെ ദൈവം തൊടുക. നിറയ്ക്കുക ദൈവം പ്രാപിക്കാൻ കഴിയുന്നവർ പ്രാപിച്ചോ. ഇതൊരു തീയാ, ഇതൊരു അഗ്നിയാ, ഇതൊരു അഗ്നിയുടെ അഭിഷേകമാ. ഇതൊരു അഗ്നിയാ. ഹല്ലേലൂയ. അടുത്ത സീസൺ വ്യത്യസ്തമായി മാറും. ആത്മാവിൽ ഇരിക്കുന്നവരുടെ ദൂതുകൂടെ പറഞ്ഞ് ഞാൻ ക്ലോസ് ചെയ്യുക. മോശ ചെന്ന് വടി താടയിടാൻ തമ്പുരാൻ പറഞ്ഞു. വടി താടയിട്ടപ്പോൾ മോശയുടെ വടി പാമ്പായി മാറി. ഒരൊറ്റ പാമ്പിനെ കണ്ടപ്പോൾ മിസ്രൈമിലെ അധികാരി പറഞ്ഞു, ഫറവോൻ പറഞ്ഞു, ഇതൊക്കെ അവിടെ നിന്നോ, ഞാൻ എൻ്റെ മന്ത്രവാദികളെ വിളിക്കട്ടെ. നീ വിളിച്ചാൽ വരത്തില്ല ചില പാമ്പ്. ഇനി മന്ത്രവാദി ഇങ്ങോട്ട് കൊണ്ടുവരും. ഒരു ഇല്ലിയ പറ, ഇത് കണ്ടാലേ ചിലത് ഇളവത്തുള്ളൂ. ശ്രദ്ധിക്കണേ. മന്ത്രവാദികളെ വിദ്വാൻമാരെ വിളിച്ചു. യുവന്മാർ പൂജിച്ചു വച്ചേക്കുന്ന ചിലതുണ്ട്. ഒന്നുകൂടെ പറഞ്ഞ പാലിമ്പഴവും കൊടുത്ത് വളർത്തിയ ചിലത് എവിടാണ്ടൊക്കെ ഒളിപ്പിച്ചു വച്ചേക്കുക. പക്ഷെ ഒറ്റ പാമ്പ് ചില മണിക്കൂറുകൾ കൊട്ടാരത്തിനകത്ത് ചലിച്ചു കഴിഞ്ഞപ്പോൾ ഫറവോൻ പറഞ്ഞു, നടക്കത്തില്ല. എൻ്റെ മന്ത്രവാദികൾ വിദ്വാൻമാർ മറച്ചു വച്ചേക്കുന്നതിന് വെളിയിൽ കൊണ്ടുവരാൻ പോവുക. അടുത്ത സീസൺ എന്ന് പറയുന്നത് അതാ. പലർക്കും പിടികിട്ടാത്ത ചിലതിന് നീ പുറത്തെടുക്കാൻ പോവുക. പലർക്കും പിടികിട്ടാത്ത ചിലത് നീ പുറത്തേക്ക്
പിടിക്കാൻ കഴിയുന്നവർ ഈ ദൂതനെ പിടിച്ചോ. ഇന്ന് പകൽ ഒരു ദൈവശക്തി നിന്റെ മേൽ fire. Oh oh, la baba shake, la brashakeria, rimana shakeri. യേശുവിന്റെ മഹത്വം ചലിക്കട്ടെ ഇന്ന് പകൽ. കൃപ ചൂടവാനവ ശന്തൽ കമനകടക വൈഡൽ കമനകടകസി അച്യുന റഷ്യസ് കമനകടകസി യേശുവിന്റെ നാമത്താൽ ജയ. ഓ ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. വാസ്തവമായിട്ട് ഞാൻ പറയാം, ഈ മോശെ നിന്റെ അടുത്ത ശുശ്രൂഷ മന്ത്രവാദികൾ ഒളിപ്പിച്ചു വെച്ചേക്കുന്ന ചിലതിനെ നീ തിരിച്ചു പിടിക്കാൻ പോവാ. ഇത് വേറെ ആരുടെ കയ്യിൽ പെടുന്നില്ല, വേറെ ആരുടെ കയ്യിൽ കിട്ടുന്നില്ല. ചുമ്മാതല്ല മോശെ ഈ കൊട്ടാരത്തിലോട്ടത് വരിയിപ്പിച്ച് നിന്നെ തമ്പുരാൻ അങ്ങോട്ട് വിടുന്നത്. ആ കാലഘട്ടത്തിൽ അവിടെ പാർക്കുന്ന ആർക്കും കാണാൻ കഴിയാത്ത ചില അദൃശ്യമായി നിൽക്കുന്ന ശക്തികളുണ്ട്. ഇതിനൊക്കെ വലിച്ചു പുറത്തെടുക്കാൻ ഇന്ന് പകലിൽ ആത്മാവ് നിന്റെ മേൽ തരുന്ന ശക്തി ചെറുതല്ല കേട്ടോ, ചെറുതല്ല. ഒന്നുകൂടെ പറഞ്ഞാൽ മാളത്തിലിരിക്കുന്ന ചിലതിന് പുറത്തെടുക്കേണ്ട ഒരു സ്പെഷ്യൽ അഭിഷേകം ഈ പകലിൽ സ്വർഗം റിലീസ് ചെയ്യുന്നു. നിറയട്ടെ നിറയട്ടെ നിറയട്ടെ, മഹത്വം നിറയട്ടെ, അഭിഷേകം നിറയട്ടെ, ദൈവ സാന്നിധ്യം നിറയട്ടെ. ഭൂതശാന്തിയുടെ ശുശ്രൂഷകൾ ഇതിനകത്ത് റിലീസാകട്ടെ. ചിലരുടെ മേൽ ദൈവം അത് കൈമാറുന്നു. നീ ചെന്ന് കാലി വയ്ക്കുമ്പോൾ വീടുകൾക്കകത്ത് മയങ്ങിക്കിടക്കുന്ന ചില ദുർഭൂതങ്ങളുടെ കെട്ടുകൾ അഴിയാൻ പോവുക. അഴിയാൻ പോവുക യേശുവിന്റെ നാമത്തിൽ. അത് സംഭവിക്കട്ടെ. Take the fire. La brashakeri, rima nashakeri, rima shamana gadagasi. ഈ അഭിഷേകത്തിന്റെ തീ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. മോശേ, ഇന്നലെ നീ പാമ്പിനെ കണ്ട് ഓടിയവനാ. നിന്റെ അടുത്ത സീസൺ എന്നാന്നറിയാമോ? പാമ്പിനെ കണ്ട് ഓടിയ നിന്നോട് പറയുക, നീ ഇനി പാമ്പിനെ ഓടിച്ചിട്ട് പിടിക്കാൻ പോവുക. ഇന്നലെ നീ പാമ്പിനെ കണ്ട് ഭയന്നവനാ, പക്ഷെ നിന്റെ അടുത്ത സീസൺ ചിലതിനെ ഓടിച്ചിട്ട് പിടിക്കാൻ. ഓടിച്ചിട്ട് പിടിക്കാൻ. Come on. La Bashakenia. In the mighty power. In name of Jesus. ഈ അനോയിന്റിങ് ഇതിനകത്ത് ചലിക്കുന്നുണ്ട്. മറഞ്ഞു കിടക്കുന്ന ചില ദുർഭൂതങ്ങൾ ഈ സീസണിൽ പുറത്തു വരാൻ പോവുക. നിന്റെ മേൽ പകരുന്ന ഈ അഭിഷേകം അതിനുള്ള അനോയിന്റിങ്. ഓ ലമന ശന്തന റീഖലാബ ഷെഖേനിയ റീബൽ പ്രൗഡിബിരി ഗഡഗസി. ആമേൻ. ഇന്നലെ കണ്ടത് ഒരു പാമ്പ്, ഇന്ന് കാണുന്ന ഒരു കൂട്ടം പാമ്പ്. ഗ്ലോറി. ഇന്നലെ കണ്ടത് ഒരു പാമ്പ്, പക്ഷെ ഇന്ന് കാണുന്ന ഒരു കൂട്ടം പാമ്പ്. ശക്തമായി പരിശുദ്ധാത്മാവ് പറയുന്നു, നിന്റെ സീസൺ മാറുന്ന ലക്ഷണമാത്. നിന്റെ ലെവല് മാറുന്നതിന്റെ ലക്ഷണമാത്. നിനക്കാവുന്ന സമയത്ത് ഒന്ന് വെളിപ്പെട്ടിരിക്കാം, പക്ഷെ അടുത്തതൊരു കൂട്ടമായി വെളിപ്പെടുമ്പോൾ ഓർക്കണം, നീ പഴയ ആളല്ല. നിന്റെ മേലൊരു പെരിയ അഭിഷേകത്തെ ദൈവം നിക്ഷേപിച്ചിരിക്കുക. 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 Come on. Oh yes, receive the power. Oh, തൊടുകാണ് ദൈവാത്മാവ് നിങ്ങൾ തൊടുവാണ്. അടമന ഹദൽ കമന വൈഷസ് പ്രൗഡിബിരി അന്തന റീബാല ശന്തൽ കമനകടഗസി. തൊടുകാൻ ഇന്ന് പകൽ ആത്മസാന്നിധ്യം വെളിപ്പെടുക ഇതിനകത്ത്. ഊടാരാമ ശന്തൽ കമന വൈഷസ് പ്രൗഡിബിരി ഗടക ലഗസി അന്തരേ. ആമേൻ. സമയം അവസാനിച്ച് ഒറ്റക്കാരെ കൂടെ ഞാൻ പറഞ്ഞ് പ്രാർത്ഥിക്കുക. ആദ്യം പാമ്പ് വെളിപ്പെട്ടപ്പോൾ പുള്ളി വാലയെ പിടിക്കണമായിരുന്നു, വല്ലവനെയും പിടിച്ച് നിർത്തിയതാണ്. അതല്ലേ നമ്മുടെയൊക്കെ അനുഭവം. എങ്ങനെയൊക്കെ പിടിച്ചൊക്കെ ഒതുക്കി എന്നെ റെഡിയാക്കി. അടുത്ത സീസൺ കൊട്ടാരത്തിലേക്കാണ് വിട്ടെ. കൊട്ടാരത്തിൽ പോയപ്പോ ഒരു പാമ്പല്ല, ഇപ്പൊ വാലയെ പിടിക്കാൻ നിവർത്തിയില്ല, പല പാമ്പാ. ഒരു ഹല്ലേലൂയ പറ. ആമേൻ. എന്റെ നെക്സ്റ്റ് സീസൺ ദൈവം തുറക്കുന്നത് കാണുക നിങ്ങൾ. പക്ഷേ
വടിയുമായി നീ പോയി തോക്കാൻ ഞാൻ വിടത്തില്ല. വാളുള്ളവന്റെ മുമ്പിലാണ് നിന്നെ വടിയുമായി ഞാൻ ഇറക്കിയേ. പക്ഷെ തോക്കാനല്ല, ജയിക്കാനാ. ആദ്യത്തെ പാമ്പിന് നീ വാലയെ പിടിച്ചു വടിയാക്കി, ഓക്കെ, സമ്മതിച്ചടാ. ആമേൻ. ദൈവം പറഞ്ഞിട്ടാ സമ്മതിച്ചു. പക്ഷെ കൊട്ടാരത്തിൽ ചെന്നപ്പോൾ ഒന്നല്ല, ഇവിടെ 100 കണക്കിന് പാമ്പുകൾ, മന്ത്രവാദികളും ആവിചാരന്മാരും ഒക്കെ ഇങ്ങോട്ട് ഇറക്കി വിട്ടേക്കുക. ഇതിനിടെ മോശ നിന്ന് പരിങ്ങി. ദൈവം തമ്പുരാൻ പറഞ്ഞു, മോശ പരിങ്ങണ്ട, നിന്റെ ലെവല് മാറിയിട്ടുണ്ട്, വാലയെ പിടിക്കാൻ ഓടല്ലേ. ഓ, നിനക്ക് പ്രമോഷൻ വന്നതാ, വാലയെ പിടിക്കാൻ പോണ്ട, നീ ഒന്ന് നിന്നാ മതി. ഇനി വാലും തലയൊന്നും നോക്കണ്ട. ആത്മാവാരോട് പറഞ്ഞു, നീ നിന്നാൽ ഒരു ശേഷിപ്പ് പോലും ഇല്ലാതെ ചിലതിനെ മൊത്തമായി വിഴുങ്ങിക്കളയാൻ നിന്റെ മേലൊരു അധികാരത്തെ സ്വർഗം റിലീസ് ചെയ്യാൻ പോവാ. ഇന്ന് പകല് ഈ മഹത്വത്തെ നിന്നിൽ പകരട്ടെ. ഓ, യെസ് 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 യെസ്. മഹത്വം വെളിപ്പെടാൻ പോവുക, മഹത്വം വെളിപ്പെടാൻ പോവുക, മഹത്വം വെളിപ്പെടാൻ പോവുക. ഇന്ന് പകൽ ആത്മാവ് അതിശക്തമായി പറയുന്നു, നീ ഓടണമെന്നില്ല, നീ പിടിക്കണമെന്നില്ല. അതിന് നീ ഒന്ന് നിന്നാ മതി. നിന്റെ സീസൺ മാറിയെങ്കിൽ അത്ഭുതങ്ങളുടെ ലെവല് മാറും, ദൈവശക്തിയുടെ വലിപ്പം മാറി. ഇന്ന് പകൽ വിശ്വസിക്കുന്നവർ നിന്നാൽ ചിലത് ശേഷിപ്പില്ലാതെ കീഴടങ്ങാൻ പോവുക. Glory, glory, glory. Labra shatana regal kamana gadaga. Vaishas proudi biri gadaga se. Amen. സീസൺ മാറിയപ്പോൾ സംഗതിയല്ല, നിഷ്പ്രയാസം നടന്നു. പണ്ടൊരു പാമ്പനെ കണ്ട് ഓടി, പിന്നെ തിരിച്ചു വന്ന് വാലയെ പിടിച്ചു, പോക്കി എടുത്ത് വടിയാക്കി. ഇപ്പൊ തന്നെ ആ പരിപാടി ഒന്നുമില്ല. രണ്ടാമത്തെ സീസൺ തുറന്നപ്പോ ഒരു കൂട്ടം പാമ്പ് തൻ്റെ ചുറ്റിലും. എൻ്റെ ഭാഷ പറഞ്ഞ പുള്ളി നടുക്ക് നിൽക്കുക. തമ്പുരാൻ പറഞ്ഞ്, പേടിക്കണ്ട, സീസൺ മാറിയതാ. ഇവനെ എല്ലാത്തിനെയും പൊക്കാനാ നിന്നെ കൊണ്ട് ഇവിടെ നിർത്തിയത്. അയ്യോ, ഒരു പാമ്പിനെ കണ്ട് പേടിച്ചവൻ ഇപ്പൊ കൂട്ട പാമ്പുകളുടെ ഇടയിൽ നിൽക്കുമ്പോ തമ്പുരാൻ പറയുക, പേടിക്കാനല്ല, ഇത് നീ വന്നാലേ വരത്തുള്ളൂ, നീ വന്നാലേ ഇതൊക്കെ വെളി ചാടത്തുള്ളൂ. ഏയ്, ഇതെന്നോടുള്ള ദൂതമല്ല, എനിക്കും ഉണ്ട്, നിങ്ങൾക്കും ഉണ്ട്. അത് പിടിക്കാൻ പറ്റുവാണെങ്കിൽ നിങ്ങൾ പിടിച്ചോണം. നിന്റെ വീട്ടിനകത്ത് കുട്ടിയിട്ട് പേരിക്ക് മറഞ്ഞു കിടക്കുന്ന ചില അശുദ്ധ വ്യാപാരങ്ങളില്ലേ, ഇനി അത് അവിടെ ഇരിക്കണ്ട. നീ നിന്നാൽ ചിലത് പുറത്തു വരാൻ. അഭിഷേകത്തിന്റെ തീ ഇന്ന് പകലിൽ നിന്റെ മേൽ കത്തട്ടെ, 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 കത്തട്ടെ. യേശുവിന്റെ മഹത്വം. Glory, glory. മൊത്തം പാമ്പിനെ സെക്കൻഡ് കൊണ്ട് പുള്ളിയുടെ പാമ്പ് വിഴുങ്ങി. അപ്പൊ വാലയെ പിടിക്കേണ്ടി വന്നില്ല, ഒന്നും ചെയ്യേണ്ടി വന്നില്ല, സെക്കൻഡ് കൊണ്ട് പുള്ളി വിഴുങ്ങി. ഇപ്പം ഫറവോന് മനസ്സിലായി, ഞങ്ങൾ ഒതുക്കി വച്ചിരുന്നതിനെ എല്ലാം അവൻ ഒറ്റ ദിവസം കൊണ്ട് വിഴുങ്ങി. പിടികിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? മന്ത്രവാദികളും വിദ്വാൻമാരും പറയുക, വന്നപ്പോ ആവേശത്തോടെ വന്ന ഈ സർപ്പത്തെയും കൊണ്ട് തിരിച്ചു കൊണ്ടുപോകാൻ സാധനമില്ല. അയ്യോ, ചിലർക്ക് വേണ്ടി ചെയ്ത് വിടുന്നത് എങ്ങനെ? ഉഷിരോടെ വരും, ഇവിടെ വന്നിരുന്നങ്ങ് പറയും, ഞാൻ കൊണ്ടേ പോകത്തുള്ളൂ, ഞാൻ കൊണ്ടുപോവാനാ വന്നേ. പക്ഷെ ഇച്ചിരി കഴിയുമ്പോ കൊണ്ടുപോവാൻ ആ സാധനമില്ല. പിടികിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? ഇന്ന് പകലിൽ പരിശുദ്ധാത്മാവ് ഇതിനകത്ത് പറയുക, ആമേൻ, തിരിച്ചു കൊണ്ടുപോവാ വിദ്വാൻമാർക്ക് പാലൂട്ടി വളർത്തിയ സാധനമില്ല. ഇത് മോശയുടെ വടി തകർത്തെന്ന് ഇന്ന് പകൽ ഒരു അധികാരത്തിന്റെ വടി നിന്റെ കയ്യിലേക്ക് സ്വർഗം തരികയാ. വിശ്വസിക്കുന്നവൻ അത് പ്രാപിച്ചോ, വിശ്വസിക്കുന്നവൻ അത് സ്വീകരിച്ചോ. നിന്റെ കുടുംബങ്ങൾക്കകത്ത്, നിന്റെ തലമുറകളുടെ മേൽ, നിന്റെ കുടുംബത്തിന്മേൽ വ്യാപരിക്കുന്ന എല്ലാ പാപ് സർപ്പത്തിന്റെ അധികാരങ്ങളോ ഇന്ന് പകൽ അടിയറവ് പറയട്ടെ. ഓ ഷബറ ഹദൽ കമനഗടക റീബ ഷമനഗടഗസി ഇൻ ദ നെയിം ഓഫ് ജീസസ്.
പുതിയ നിയമത്തിലേക്ക് വന്നപ്പോൾ യേശു കർത്താവ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്, സ്വർഗത്തിലും ഭൂമിയിലും സകല അധികാരം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പോയി ഞാൻ ഏൽപ്പിച്ച പണി ചെയ്യും. ചിലരെക്കുറിച്ച് പറഞ്ഞു ഭൂതങ്ങളെ പുറത്താക്കും, ചിലരെക്കുറിച്ച് പറഞ്ഞു രോഗികളെ സൗഖ്യമാക്കും, ചിലരെക്കുറിച്ച് പറഞ്ഞു സർപ്പങ്ങളെ പിടിച്ചെടുക്കും. പത്തക്കകത്തിരിക്കുന്ന മൂർഖൻ്റെ കാര്യമല്ല ഞാനീ പറയുന്നത്. ആദാമിൻ്റെ വീട്ടിനകത്ത് ഇറങ്ങി വന്ന സാധനമാണ്, അവയെ തോൽപ്പിച്ച സാധനമാണ്. അവനെ പിടിച്ചെടുക്കാൻ ചിലരുടെ മേൽ അതോറിറ്റി നൽകുന്നേ. ഈ തലമുറയിലും ആദാമിൻ്റെ സന്തതികളെ തകർക്കാൻ തക്കവണ്ണം വെല്ലുവിളിക്കുന്ന ചിലതുണ്ട്. അവനെ തകർക്കാൻ, അതിനെ പിടിച്ചെടുക്കാൻ കരുത്തുള്ള ചില മോശമാർ ഈ സീസണിൽ പുറത്തു വരട്ടെ. Hallelujah. Praise God. Amen. Hallelujah. കരങ്ങളെ ഉയർത്തിയിട്ട് ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഒറ്റ കാര്യം, പുതിയ നിയമത്തിനകത്ത് വരുമ്പോൾ പൗലോസിനെ അപ്പോസ്തലപ്രവൃത്തി 28-ാം അധ്യായത്തിൽ പാമ്പ് പിടിച്ചു. പുള്ളി ഇത് പിടിക്കുന്ന ആളാ. ഒരു സമയം പുള്ളിയെ ഇതങ്ങ് പിടിച്ചു. മെലിത്ത ദ്വീപിലേക്ക് വലിഞ്ഞു കയറിയതാ. കടുത്ത ശീതം കാരണം തീ കൂട്ടി തണുപ്പകറ്റാൻ വേണ്ടി പുള്ളി ഇരുന്നതാ. അന്നേരം ബൈബിള് പറയുന്നേ, ഒരണലി വന്ന് പൗലോസിന്റെ കൈയെ കടിച്ചു തൂങ്ങി. ഒരു ഹല്ലേലൂയ പറ. അണലിയുടെ കാര്യം ഓർത്തപ്പോഴാ ഇവിടെയും ഒരു സാക്ഷിയുണ്ട്. വന്നില്ല സിസ്റ്റർ അല്ലേ, നിങ്ങളെ വീട്ടിൻ്റെ അടുത്ത് വിളമ്പശാല ആ ഭാഗത്ത് കഴിഞ്ഞ 21 ഡേയ്സ് ഫാസ്റ്റിങ്ങിൽ ഇവിടെ ഒരു ബ്രദർ കുറച്ച് ദിവസം വന്നു. ഞാനിപ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ചയ്ക്ക് മുമ്പേ പരിചയപ്പെട്ടെ. ഉപവാസപ്രാർത്ഥനയിൽ പലരും വരുമല്ലോ. ഇപ്പോൾ വന്നിട്ട് അവരിങ്ങ് പോയി. ഇപ്പോൾ പുള്ളി ഇപ്പോൾ ഒരു സാക്ഷ്യമായിട്ട് ഇങ്ങോട്ട് വന്നിട്ട് എന്നോട് പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാനിവിടെ വന്നുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിൽ എന്നെ അണലി അടിച്ചു. എന്ത് കടിച്ചു? ഇന്ത്യക്കകത്ത് ഏറ്റവും വിഷമുള്ള സാധനം ഏതാ? ഇതിനേക്കാൾ വലിയ സാധനം ഇന്ത്യയിലില്ല. ആമേൻ. ഇന്ത്യ എന്ന രാജ്യത്തിനകത്ത് ഏറ്റവും വിഷമുള്ളൊരു സാധനവും അണലി. ഇത് കടിച്ചു. പുള്ളി പേടിച്ചില്ല, പുള്ളി ഭയന്നില്ല. പുള്ളി തൊട്ടടുത്ത ദിവസം ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്നു. ചാവുന്നെങ്കിൽ ചാവട്ടെ എന്ന് പറഞ്ഞ് പുള്ളി, ഇത് ഞാനും അറിഞ്ഞില്ലേ, എന്നെ അറിയിക്കാത്തതെന്നല്ല, എന്ന് ഞാൻ വണ്ടി പിടിച്ചു വിട്ടേനെ. ഹല്ലേലൂയ. പുള്ളി ചാവുന്നെങ്കിൽ ചാവട്ടെ എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു? മീറ്റിങ്ങിന് വന്നു. പിന്നെ അന്നേ പുള്ളി കണ്ടില്ല. പുള്ളി അന്നും ചത്തില്ല. ശരീരത്തിനൊരു കുഴപ്പമില്ല, മുറിവങ്ങ് പോയി. ഉപവാസ പ്രാർത്ഥന മൊത്തം തീരുന്നവരെയും പുള്ളി തീരുമാനിച്ചു, ഞാൻ ഉപവസിക്കും, എനിക്കിതിനെ ജയിക്കണം. വിഷം ശരീരത്തിലോട്ട് കുത്തി വച്ചിരിക്കാം, പക്ഷെ എനിക്ക് ജയിച്ചേ പറ്റൂ. സത്യം പറയാമല്ലോ, ജനുവരി നടന്ന ഉപവാസ പ്രാർത്ഥനയാണ്. ഈ മാർച്ച് മാസത്തെ വെള്ളിയാഴ്ച നടന്ന ഉപവാസ പ്രാർത്ഥന വന്നിട്ട് പറഞ്ഞു, ഞാനാണ് അണലിയടിച്ച ആള് മാസ്റ്റർ, ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു. അയ്യോ, പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളോട് പറയുക, ചിലതിനെ പിടിച്ചെടുക്കേണ്ട ഒരു അതോറിറ്റി കർത്താവ് നിങ്ങളുടെ മേൽ തന്നാൽ, വാസ്തവമായിട്ട് ഞാൻ പറയാ, പൗലോസിന്റെ ഭാഷയിൽ പറയും, കടിച്ചു തൂങ്ങിയാലും ചിലതിനെ കുടഞ്ഞു കളയാൻ ഇന്ന് പകലിൽ ഒരു പ്രത്യേക ശക്തി ദൈവം നിങ്ങളുടെ മേൽ കൈമാറട്ടെ. ഓ വാവ്, ഹോളി സ്പിരിറ്റ്. ഞാൻ സാക്ഷി പറയിക്കണമെന്ന് വിചാരിച്ചു, പിന്നെ അടുത്ത സമയം അദ്ദേഹത്തെ കണ്ടില്ല. കഴിഞ്ഞ വെള്ളിയാഴ്ച വന്നില്ല. ഹല്ലേലൂയ. അദ്ദേഹം ഒരു ദിവസം സാക്ഷ്യം പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. വെള്ളിയാഴ്ച വരുമെങ്കിൽ കാണാം. അദ്ദേഹം ഞായറാഴ്ച നമ്മുടെ ചർച്ചയിൽ വരുന്ന ആളല്ല. ആമേൻ. കരങ്ങൾ ഉയർത്തി ഒരു ഹല്ലേലൂയ പറഞ്ഞ്. ഈ സാധനം കൊണ്ട് പൗലോസിനെ കടിച്ചങ്ങ് തൂങ്ങിയപ്പോൾ ആ നാട്ടിലെ നാട്ടുകാർ, ആ നാടിനെക്കുറിച്ച് അറിവുള്ളവർ, നാട്ടുകാർക്കല്ലേ നാട്ടിനെക്കുറിച്ച് അറിവ് കാണും. കടക്കാമോട് ദേശത്തെക്കുറിച്ച് എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. എൻ്റെ ചർച്ചിരിക്കുന്ന സ്ഥലം എൻ്റേതുകൊണ്ട് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ അറിയാം. ഈ നാട്ടിലെ കാര്യങ്ങൾ നിങ്ങളോട് ചോദിച്ചാൽ പറയും അല്ലേ, നിങ്ങൾക്കൊക്കെ ഇവിടെ ഉള്ളവർക്കറിയാം സിസ്റ്ററെ. ഹല്ലേലൂയ. സത്യം പറയാലോ, ഇത് നാട്ടുകാർക്ക് മാത്രമേ അറിയാവൂ. ഈ നാട്ടുകാർ പറഞ്ഞ കാര്യം എന്നാണെന്നറിയാമോ?
ഞങ്ങളുടെ നീതിദേവി അവനെ കയറി പിടിച്ചു. ഏത് നാട്ടുകാർ? മെലീത്ത നാട്ടുകാർ പറഞ്ഞത് ഇത് അണലിയല്ല, നീതിദേവി. മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അയ്യോ, ലൈവൊക്കെ ഉണ്ട് എങ്കിലും ഞാൻ പറയണത് പറഞ്ഞു പോവുക. ആമേൻ. ഇത് വെറും പാമ്പല്ല, ഇത് ഞങ്ങളുടെ ദേവിയാ, ഞങ്ങളുടെ നീതിദേവിയാ. ആരെ കയറി പിടിച്ചു? പൗലോസിനെ കയറി കടിച്ചങ്ങ് തൂങ്ങി. ഞാൻ വിടത്തില്ലടാ. ചിലതങ്ങനെ അഭിഷേകമുള്ളവൻ കൊടഞ്ഞാ മതി. നിന്റെ മേൽ കിടക്കുന്ന അഭിഷേകത്തെ സ്വർഗം പറയും ഇനി വാലെ പിടിക്കാൻ പോണ്ട. ഇത് കടിച്ചാലും ശരി, ചിലതിനെ എന്നേക്കുമായി കുടഞ്ഞു കളയാൻ തീക്കകത്ത് കരിച്ചു കളയുന്ന ഒരു സ്പെഷ്യൽ അതോറിറ്റിയാ ഈ തലമുറയുടെ മേൽ ദൈവം കൈമാറുന്നത്. ഓ ഹല്ലേലൂയ. എഴുന്നേക്കാൻ നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ സമയമില്ല എനിക്ക്. ഇൻ മൈറ്റി നെയിം ഓഫ് ജീസസ്. എത്ര കരുത്തനെന്ന് പറഞ്ഞാലും, എത്ര ശക്തനെന്ന് പറഞ്ഞാലും, പരിശുദ്ധാത്മാവ് പറയുന്നു നിന്റെ മേലൊരു വടി തന്നിട്ടുണ്ട്. ഈ വടി ചിലതിനെ നിയന്ത്രിക്കാൻ പോവുക. ഈ വടി ചിലതിനെ കീഴ്പ്പെടുത്താൻ പോവുകയാ. ഈ വടി ചില സർപ്പശക്തികളെ കീഴടക്കാൻ പോവുകയാണ്. ഉടവല ശാന്തന റിച്ചസ്കമനഗഡഗസി. ഞാൻ ഈ പ്രസംഗിക്കുന്ന വാക്കുകൾ വെറുതെ പറയുകയല്ല. ഇതിനകത്തിരിക്കുന്ന നിങ്ങൾക്കും ശക്തി കിട്ടുന്നു. ഈ ലൈവിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന നൂറുകണക്കിന് പ്രിയപ്പെട്ടവരുണ്ട്. അവരും അതിൻ്റെ ശക്തി അനുഭവിച്ചു കൊണ്ടിരിക്കുക. ഹോളി സ്പിരിറ്റ്. ഈ മാസം ആദ്യമാണെന്ന് തോന്നുന്നു, 3-4 ആഴ്ച കൊണ്ട് ഒത്തിരി ഡെലിവറൻസുകൾ നടക്കുന്ന സമയമാണ്, അകത്തും പുറത്തും. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ചർച്ചിനകത്തും ലൈവിലും. പാലക്കാട് നിന്നൊരു സിസ്റ്റർ എന്നെ വിളിച്ചേച്ചെന്നോട് ഇങ്ങനെ പറഞ്ഞു, പാസ്റ്റർ നിങ്ങളുടെ ലൈവ് ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ വയറ് നിറച്ച് ഫുഡ് കഴിച്ചിട്ടാ ഞാൻ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്നേ. ഈ മീറ്റിംഗ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഈ ചർച്ചിനകത്ത്, എനിക്കൊന്ന് വെള്ളിയാഴ്ചത്തെ മീറ്റിംഗ് ആയിരിക്കാം, ചിലപ്പോൾ എവിടുത്തെ മീറ്റിംഗ് ആണെന്നൊരു പിടുത്തമില്ല, പെട്ടെന്ന് ഈ സിസ്റ്റർ പറഞ്ഞത് ഇങ്ങനെയാണ്, ഇവിടെ ആരൊക്കെയോ കൈവിഷം വൊമിറ്റ് ചെയ്തു. ഹല്ലേലൂയ. കൈവിഷം വൊമിറ്റ് ചെയ്തപ്പോൾ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇത് കണ്ടുകൊണ്ട് തിരുവനന്തപുരത്ത് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പാലക്കാടിൻ്റെ മണ്ണിൽ ഒരു വീട്ടിനകത്തെ മാതാവിൻ്റെ ഉള്ളിൽ കിടന്ന കൈവിഷത്തിൻ്റെ കെട്ടുപൊട്ടി. പെട്ടെന്ന് ഈ മാതാവ് ഒരു പാത്രം എടുത്ത് വെച്ച് വൊമിറ്റ് ചെയ്യാൻ തുടങ്ങി. ഒമിറ്റ് ചെയ്ത് ഒത്തിരി വൊമിറ്റ് ചെയ്ത പാത്രത്തിനകത്തിട്ടു. എന്നിട്ട് സഹോദരി മനസ്സിലായി പാരമ്പര്യത്തിൻ്റെ ശക്തികളും തിന്നതും കുടിച്ചതുമായി പഴയ കാലത്ത് കീറിപ്പോയ പലതും ഒന്നെല്ലാം പുറത്തോട്ട് വരിക. എന്നിട്ട് സഹോദരിനെ വിളിച്ചു പറഞ്ഞ കാര്യം എന്നാണെന്നറിയാമോ? പാസ്റ്റർ വയറ് നിറച്ച് ആഹാരം കഴിച്ചതാ, 1 മണി ചോറ് പോലും ഞാൻ വൊമിറ്റ് ചെയ്തില്ല. വന്നതെല്ലാം വെള്ളം പോലെ കൈവിഷത്തിൻ്റെ സ്പിരിറ്റുകൾ, വിഗ്രഹാർപ്പിത ശക്തികളിലേക്ക് പുറത്തു വരിക. ഞാൻ നിങ്ങളോട് പറയാം, ശക്തി ഇല്ലാഞ്ഞിട്ടല്ല, ഈ ശബ്ദത്തിന് ശക്തിയുണ്ട്. എനിക്ക് ടൈമില്ലാത്തതുകൊണ്ട് ഞാൻ വിടുക. അല്ലെങ്കിൽ ഈ പാമ്പിനെ കുറിച്ച് പ്രസംഗിച്ചപ്പോൾ കുറച്ച് പാമ്പിനെ കൂടെ പിടിക്കാനുണ്ടായിരുന്നു. ഹല്ലേലൂയ, ആമേൻ. കാഞ്ഞിരംകുളത്ത് ഞാൻ കുറച്ച് പാമ്പിനെ പിടിച്ചിട്ടാണ് വന്നേ. ഇവിടെ സമയമില്ലതായി പോയി, പോട്ടെ. ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയാം, ഇതിനകത്ത് ഈ ശബ്ദത്തിൻ്റെ പരിധിക്കകത്ത് നിങ്ങൾ നിൽക്കുമ്പോൾ, ആമേൻ, നിന്റെ മേൽ പകരുന്നൊരു ദൈവശക്തിയുണ്ട്. അത് ചിലതിനെ കീഴടക്കാൻ പോവുകയാണ്. 430 വർഷക്കാലം മന്ത്രവാദി ഊട്ടി വളർത്തിയ പാമ്പുകളെ ഒറ്റ ദിവസം കൊണ്ട് മോശ പിടിച്ച വിഴുങ്ങിയെങ്കിൽ, മോശയുടെ വടി അതിനെ വിഴുങ്ങിക്കളഞ്ഞെങ്കിൽ, ഇതിനകത്ത് പരിശുദ്ധാത്മാവാരുടെ പറയുന്നു, നിനക്ക് വിരോധമായി 100 കണക്കിന് വർഷമായി നിന്റെ കുടുംബത്തിന് വേണ്ടി ചെയ്തു പിടിപ്പിച്ചേക്കുന്ന പലതും ഈ സീസണിൽ ദൈവശക്തിയുള്ള നിന്റെ അധികാരത്തിൻ്റെ മുൻപിൽ ചിലത് വിഴുങ്ങപ്പെടാൻ പോവുകയാണ്. വിശ്വസിക്കുന്നവർ പ്രാർത്ഥിച്ചോണം. ആത്മസാന്നിധ്യത്തിൻ്റെ നിറവ് ഇന്ന് പകലിൽ
നിന്റെ മേൽ വെളിപ്പെടാൻ പോവുകയാണ്. ചിലതിനൊരു പൗലോസാക്കി ദൈവം നിർത്തും. ചില ദേശങ്ങളുടെ ശക്തികള് ഒറ്റ കുടയലുകൊണ്ട് അതിനെ കരിച്ചു കളയാൻ അഭിഷേകമുള്ള ഒരു പൗലോസിനെ പോലെ. Oh, come on, come on, come on. Receive the power. La brashe. Oh, നിറയട്ടെ, ദൈവശക്തി നിറയട്ടെ. റീഗബ ശബ്ദന റീഗൽ പ്രൗഢമനഘടക അക്ഷസ് ഗമനഘടകസി. ശക്തമായി ദൈവാത്മാവ് ഇതിനകത്ത് പറയുന്നു, ഏയ് ഇൻ ദ നെയിം ഓഫ് ജീസസ് നിന്നെ മിസ്രയീമിലേക്ക് ദൈവം കൊണ്ടുചെന്നത് ആർക്കും പിടികൊടുക്കാത്ത ഒത്തിരി സർപ്പങ്ങൾ അതിനകത്ത് കിടക്കുക. അതിനെ പിടിച്ചെടുത്ത് പുറത്തു കളയാനാ സ്വർഗം നിന്നെ കൊണ്ടുവന്നതെങ്കിൽ ഈ സീസൺ നിന്റെ സീസണാ. ഓ ഓ come on la baba bashekeni rimana shekenia. ഈ സീസൺ നിന്റെ സീസണാ. അസാധാരണ അധികാരം നിന്നിൽ വെളിപ്പെടാൻ പോവുകയാ. ഓ ലാം ഷാദ റഖമാന റിബ ബാബാ ഷെകേനി റിബ ലഖമാനസെ അക്ഷസ് ഗമനഘടകസെ വൈഡ ഷിയാധന റിബൽ ഗമനഘടകസെ വൈഡ ജാനധേരിയാധന റിബൽ പ്രൗഢിമിനിഘടകസെ ഇൻ ദ മൈറ്റി നെയിം ഓഫ് ജീസസ്. ഞാൻ ആത്മാവിൽ കാണുന്നത് വലിയ ഇമ്പാർട്ടേഷന്റെ സമയമാണിത്. ഇമ്പാർട്ടേഷൻ മീൻസ് ഈ പറഞ്ഞ അഭിഷേകം നിങ്ങളുടെ മേൽ പകരാനുള്ള സമയം. നിന്റെ സീസൺ മാറുകയാണ്. ഒരു പാപ്പിനെ കണ്ട് ഓടിയ സീസൺ അല്ല, അത് മാറി. ഇനി പലതിൻ്റെയും നടുവിൽ നീ നിന്നുകൊണ്ട് നീ വടിയുമായി ജയിച്ചു പുറത്തു വരുന്നൊരു സീസൺ. ഓ ഓ വടിയുമായി ജയിച്ച് പുറത്തു വരുന്ന ഒരു സീസൺ. യെസ് 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 യെസ്. La baba basheke la brashekeni rimana shekenia rimal kamanagadaga atuna rakshas kamanagadaga വൈഡം ജനാധരാമനഘടക അന്തൽ പ്രൗഢമനഘടക. ഈ അഭിഷേകത്തിന്റെ പകർച്ച ഇന്ന് പകലിൽ സംഭവിക്കട്ടെ. Wow, Holy Spirit, Holy Spirit, Holy Spirit. അസാധാരണമായ ദൈവ സാന്നിധ്യത്തെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ ഇതിനകത്ത് പകരാൻ പോവുകയാണ്. എവിടോ കിടന്ന മോശയെ പിടിച്ച രാജകൊട്ടാരത്തിനകത്ത് വരുത്തിയത് വെറുതെയല്ല. ഫറവോന്റെ സകല അധികാരങ്ങളെയും ആയുധവർഗം വയ്പ്പിച്ച് കീഴടക്കുവാൻ കരുത്തുള്ളവനായിട്ട് ദൈവം മോശയെ ഇറക്കി വിട്ടെങ്കിൽ കാലങ്ങളായി ആധിപത്യമെടുത്തിരിക്കുന്ന പല ദുർഭൂതങ്ങളുടെയും സകല അതോറിറ്റികളെയും അടിയറവ് പറയിക്കാൻ കരുത്തുള്ള ഒരഭിഷിക്തനോ അഭിഷിക്തയോ ആയി സ്വർഗം ഈ സീസണിൽ നിങ്ങളെ പുറത്തു കൊണ്ടുവരട്ടെ. ഓ മകത്വം തൊടുന്നു. ദൈവ സാന്നിധ്യം ചലിക്കുക. ഓ ദൈവ സാന്നിധ്യം ചലിക്കുക. ഒരു എക്സ്പീരിയൻസും നിനക്കില്ല, പക്ഷെ നിന്നെ കാണുമ്പോൾ ഒരു കാര്യം ഉറപ്പാ, ഇനി പാമ്പുകൾക്ക് മിണ്ടാതിരിക്കാൻ പറ്റില്ല. ഓ ഒരു എക്സ്പീരിയൻസും നിനക്കില്ല, പക്ഷെ ഒരു കാര്യം ഉറപ്പാ, ഇനി നിന്നെ കാണുമ്പോൾ ദുരാത്മശക്തികൾക്ക് മിണ്ടാതിരിക്കാൻ കഴിയുകയില്ല. ഓ ഓ തൊടുകാണ് ആത്മസാന്നിധ്യം തൊടുകയാ. ഈ അഭിഷേകത്തിന്റെ പകർച്ച ഇന്ന് പകലിൽ അതിശക്തിയോടെ ഇതിനകത്ത് വെളിപ്പെടുകയാ. കൃപ വെളിപ്പെടട്ടെ. ഉടകമല ശാന്തന റീഗൽ പ്രൗഢമനഘടകസെ കൃപ വെളിപ്പെടട്ടെ. ഓറാബ ഷെകേനിയ റീബൽ പ്രൗഢമനഘടകസെ കൃപ വെളിപ്പെടട്ടെ. യേശുവിന്റെ മഹത്വം ചലിക്കട്ടെ. ലാം ഷതേനിയ റീമാന ഷെകേനിയ. ഓ കൃപ വെളിപ്പെടട്ടെ. ഉടബാലാബ ഷെകേനി റിസീവ് ദ ഫയർ. ഓ ചിലതൊക്കെ വെളിപ്പെടേണ്ട സമയം. ഉടകബല ശാന്തന റീമാന ഷെകേനി. യെസ്. ഓ the power of Holy Spirit.
In the name of Jesus. യേശുവിൻ്റെ മകത്വം ഇന്ന് പകൽ ഈ ഹോളിനകത്ത് ചലിക്കട്ടെ. തൊടട്ടെ, പരിശുദ്ധാത്മാവ് തൊടട്ടെ. Oh, receive the power. Receive the power. Receive the power. Labana Shekenia, Rimana Shekeni, Rebel Proudamanagadaga, Atuna Rakshaskamanagadaga. യേശുവേ, നിന്റെ മകത്വം ഇറങ്ങണം, നിന്റെ പ്രവൃത്തി വെളിപ്പെടണം. ഇന്ന് പകൽ അസാധാരണ വിടുതൽ ഈ മകനിൽ സംഭവിക്കട്ടെ, 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 സംഭവിക്കട്ടെ. അസാധാരണമായ വിടുതൽ നിന്നിൽ സംഭവിക്കാൻ പോവുക, സംഭവിക്കാൻ പോവുക. യേശുവിൻ്റെ മകത്വം. ഓ, യേശുവിൻ്റെ മകത്വം ഇറങ്ങട്ടെ. യേശുവിൻ്റെ മകത്വം ഈ ശരീരത്തിന്മേൽ ചലിക്കട്ടെ, കത്തട്ടെ. റീമൽ പ്രൗഢിമിനി ഘടക, അത്യുന രക്ഷസ്കമന ഘടക, വൈഡം ജനാധരാമന ഘടകസി. ഇൻ ദ മൈറ്റി പവർ മകത്വം ചലിക്കട്ടെ. ഹോളി സ്പിരിറ്റ് ലാബ്ര ഷെഖേനി റീബ ക്ഷമന ഘടകസി. ഇൻ ദ നെയിം ഓഫ് ജീസസ്. യേശുവിൻ്റെ നാമത്തിൽ തലമുറയ്ക്ക് തടസ്സമായി കിടക്കുന്ന സകല പോരുകളെയും ഇന്നു പകൽ യേശുവിൻ നാമത്തിൽ ഞാനതിനെ ശാസിക്കുന്നു. മാറിപ്പോകട്ടെ, മാറിപ്പോകട്ടെ. വിടുതൽ സംഭവിക്കട്ടെ. കുടുംബത്തിനകത്ത് ഡെലിവറൻസ് നടക്കട്ടെ, അത്ഭുതങ്ങൾ നടക്കട്ടെ. അസാധാരണ മിറക്കിൾ നിന്റെ ഭവനത്തിൽ വെളിപ്പെടാൻ പോവുകയാണ്. പൈശാചികൻ അടച്ചു വച്ചേക്കുന്നത് ഇന്ന് പകൽ യേശുവിൻ നാമത്തിൽ നിനക്ക് വേണ്ടി തുറക്കുക. Wow. Holy Spirit, take the power. Oh, name of Jesus. വിശ്വസിക്കുന്നവരോട് സ്വർഗം പറയുന്നു, എൻ്റെ മേൽ വ്യാപരിക്കാൻ പോകുന്ന ദൈവശക്തി ഒരു അസാധാരണ ശക്തിയായി വെളിപ്പെടാൻ പോവുക. പ്രാർത്ഥിക്കുക, എല്ലാവരും പ്രാർത്ഥിക്കുക. എന്ന് ആത്മാവിൻ്റെ തീ നിങ്ങളെ നിറയ്ക്കട്ടെ. ഉടകമന ശന്തൽക്കമന വൈശസ് പ്രൗഢിബിരി ഘടകസി.